ഉപാസ്മഹേ. എന്താ താൻ പറഞ്ഞത്? തം ഗണേശ്വരമുപാസ്മഹേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഉപാസിക്കണു. ആരെ ആരാ താൻ ഉപാസിക്കണതെന്ന്? ഞാൻ ഉപാസിക്കണത് ഗണേശ്വരനെ. ഗണേശ്വരൻ ഇതെന്തൊരു ഈശ്വരനാ? ഈശ്വരൻ ഒരു പന്തിയല്ലായി ഉണ്ടല്ലോ ഈശ്വരന്. ഞാൻ പല ഉപാസകന്മാരെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ഉപാസകനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആരെയാ ഉപാസിക്കണത്? ഗണേശ്വരനെ. എടോ, ഇങ്ങനൊരു ഉപാസകനെ കണ്ടിട്ടില്ലാന്ന്. ഞാൻ വിഷ്ണുവിനെ ഉപാസിക്കണവർ, ആദിത്യനെ ഉപാസിക്കുന്നവർ, അതേപോലെ ഷൺമുഖനെ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നവർ, ഭദ്രകാളി ഉപാസിക്കണവർ, അത് വേറൊരു കൂട്ടര്. അങ്ങനെയുണ്ട്. പതിവായിട്ട് ഭദ്രകാളി ഉപാസിക്കണ വകയാണ്. അതൊക്കെ കണ്ടാതിന് മുഖത്ത് നോക്കി അറിയാം. അങ്ങനെ പല ഉപാസകന്മാരെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ഉപാസകനെ ആദ്യമായിട്ടാണ് കാണണത്. ഏതാ ഈശ്വരൻ? തൻ്റെ? എൻ്റെ അല്ല, തൻ്റെ അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ അല്ല, പിന്നെയോ എല്ലാവരുടെയും ഈശ്വരൻ. അതാണ് ആ ഈശ്വരൻ ശ്രീ മഹാഗണപതി. ശ്രീ മഹാഗണപതി ഉപാസിക്കേ. എടോ, ഞാൻ ആദ്യം ഇങ്ങനൊരു ഉപാസകനെ കാണുന്നത്. കുറ്റല്ല തൻ്റെ മാറ്റിത്താൻ തീരാത്തതും. ഇങ്ങനെ ബന്ധില്ലാതെ കണ്ട് ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ രണ്ടാൾക്കും കൂടി ഇരിക്കണമെന്ന് തോന്നണമെങ്കിൽ മാറ്റിത്തത്തിൻ്റെ ശക്തി തന്നെയല്ലേ. എടോ, ഏതെങ്കിലും ഒരു ഈശ്വരനെ ഉപാസിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെയാണ് ഉപാസിക്കേണ്ടത്. ആരെ? ശ്രീ മഹാഗണപതി. ശ്രീ മഹാഗണപതി ഉപാസിക്കാതെ കണ്ട് ഇന്ന് ലോകത്തിലാരുമില്ല. എല്ലാവരും ഗണപതി ഉപാസിക്കുന്നവരേ ഉള്ളൂ. ഗണപതി ഉപാസിച്ചിട്ടില്ല എന്നാ തോന്നണത്. അതാ ഓടിപ്പോയത്. ആ ഗണപതി എല്ലാവരും ഉപാസിക്കുമോ? എല്ലാവരും ഉപാസിക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏത് തൊഴിൽക്കാരും ഏത് പ്രവൃത്തിക്കാരും ഗണപതി ഉപാസിക്കുന്നവരേ ഉള്ളൂ. ഗണപതി ഉപാസിക്കാതെ കണ്ട് ആരും അവരവരുടെ പ്രവൃത്തി തടങ്ങൽ പതിവില്ല. പ്രവൃത്തിക്കാരെന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തി? എല്ലാ പ്രവൃത്തിയും. ആശാരി, മൂശാരി, കരിവാൻ, തട്ടാൻ, തുന്നപ്പണിക്കാരൻ എന്ന് വയ്ക്കണ്ട. ഇപ്പം പുതിയ തരത്തിലുള്ള പ്രവൃത്തിക്കാർക്കും ആദ്യം ഗണപതി ഉപാസന ഉണ്ടാവും അല്ലേ? പതിവില്ലേ? ഉണ്ടാവും. മുഖത്തേക്ക് നോക്കി അറിയും. സമ്മതിക്കൊന്നുമില്ല അവരെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതൊരു ഊറ്റത്തിന് ഒത്തിരി കുറവാന്നുള്ള നാട്ടുകാരെ അധികം. അതെ, ഗണപതി ഉപാസിക്കുന്നവർ ആശാരിയുടെ ഗണപതി ഉപാസന. എങ്ങനെയാ ആശാരിയുടെ ഗണപതി ഉപാസന? എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അവരവരുടെ പ്രവൃത്തിയെ തൊഴിലിനെ അനുസരിച്ചിട്ടാണ് ഗണപതി ഉപാസന. ആശാരിയുടെ ഗണപതി ഉപാസന എന്ന് പറഞ്ഞാലോ പറയലല്ല, പ്രവർത്തിക്കൽ തന്നെ അത്. ആശാരിയുടെ ആവശ്യം എന്താ? എപ്പോഴാണ് വരിക? ഒരു മരാമത്ത് വേണമെന്നിരിക്കുക. മരാമത്തോ? ഇത് വലിയൊരു ആപത്താണെന്നാണ് തോന്നുന്നത്. അപ്പം അത് ആപത്തായി തീർന്നേക്കണു. തരുണ്ടെങ്കിൽ കൂടാണ്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭാഗ്യം. അങ്ങനെ പറയണ ആളുകളും വേണ്ടാന്നിരിക്കലും അതുകൊണ്ട് ആദ്യം നിരീക്കല എനിക്കായിട്ടൊരു ഭവനം വേണം അല്ലേ? ഉണ്ടാവല് കഴിഞ്ഞോ? ശ്രമം തുടങ്ങിയിട്ടുണ്ടോന്നാ തോന്നണ മുഖത്തേക്ക് നോക്കിയാലേ. എന്താ അങ്ങനെ കുറ്റിയടിയിൽ അതാണല്ലോ ആദ്യം വേണ്ടത്. കുറ്റിയടിക്കാൻ അവരെ വിളിച്ചു വരുത്തിയാൽ ഒരു 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 ഞാൻ എത്ര ദിവസമായി തന്നെ ഒന്ന് കാണണമെന്നിരിക്കുന്നു. ഇവിടെ വരുമോ? കേട്ടോ, ഇവിടെ ഇരിക്കാം. പഴയ കാലത്തെ പോലെ എല്ലാ ആശാരിയൊക്കെ നല്ലോണം ബഹുമാനിക്കണം. അതുകൊണ്ടാണ്. അല്ലാണ്ട് സാധാരണ ഇരിക്കാൻ പറഞ്ഞാൽ പതിവില്ല. എന്തിനാ വരാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. കേട്ടാൽ മതി. പറയൽ ഞാൻ കഴിക്കാം. ഒരു
ഭവനം ഉണ്ടാക്കണമെന്ന് വിചാരിക്കണ്ട. ഒരു ഭവനം ഇല്ലം ഉണ്ടാക്കണമെന്ന് ഇരിക്കേണ്ടതെന്നർത്ഥം. ആയിക്കോട്ടെ, വിരോധമില്ല. അതിന് എവിടെ സൗകര്യമായിട്ടുള്ളൊരു സ്ഥലം, ഗൃഹം നിൽക്കാൻ പാകത്തിനുള്ള ഗൃഹം നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ എന്താണെന്ന് അറിയില്ല. നിൽക്ക് നടക്കുക എന്നുള്ളത്. ഇവിടെ എങ്ങാനും നോക്കിയ സ്ഥലമൊക്കെ ഇവിടെ ഒരു ഗൃഹം പണിതാൽ വൈഷമ്യമൊന്നുമില്ലല്ലോ. വലിയ വൈഷമ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറേ ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ മുമ്പേത്തെ പോലെ അല്ല. പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഓരോന്നും ഇവിടെ ആയാൽ വിരോധമില്ല. എന്നാൽ ഇന്നങ്ങോട്ട് തുടങ്ങിയാലോ? അയ്യോ, ഇന്നതിന് നല്ല ദിവസമല്ല, ഇന്ന് പന്തില്ലാത്ത ദിവസമാണ്. പിന്നെ എന്നാൽ അതിന് നല്ല ദിവസമൊക്കെ നോക്കി നിശ്ചയിച്ച് അവൻ അന്ന് വരില്ലേ? വരാണ്ടിരിക്കില്ല. അപ്പം അന്ന് ഞാൻ വരുമ്പോൾ ഇവിടെ ചില സാധനങ്ങളൊക്കെ ഒന്ന് സജ്ജീകരിച്ചാൽ ഒരുക്കിയാൽ തിരക്കിടില്ല. എന്തൊക്കെയാണ് വേണ്ടത്? കേൾക്കട്ടെ. വിളക്ക് പിന്നെ ഇവിടെ ഉണ്ടാവുമല്ലോ, അതിവിടെ ഉണ്ട്. വിളക്ക്, അതേപോലെ കുറച്ച് കിണ്ടി, വെള്ളം, കുറച്ച് പൂവ്, ശർക്കര, കദളിപ്പഴം, നാളികേരം, അവില്, മലര്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സന്തോഷമായി എന്നാ തോന്നുന്നത് കിടാങ്ങൾക്കൊക്കെ. അവന് പറഞ്ഞ ദിവസം വരണേ, അമാന്ത ആവരുത്. ഞാൻ എത്തിക്കോളാം. അവൻ പോയി. അടുത്ത ദിവസം പറഞ്ഞ ദിവസം അവൻ വന്നു. എത്തി അല്ലേ? ഞാൻ കവളിക്കോന്ന് പേടിയുണ്ടായിരുന്നു. ഇല്ല, പറഞ്ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് കുറേശ്ശെ ചില ആളുകൾ പറഞ്ഞ ദിവസം വരാതെ കണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ അതിൽ പെട്ടതല്ല. പറഞ്ഞ ദിവസം വരും. ആട്ടെ, തുടങ്ങില്ലേ? തുടങ്ങാം. ഞാൻ പറഞ്ഞ സാധനങ്ങൾ. ആരാ അവിടെ? ആശാരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ, വിളക്കും ആ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടില്ലേ? ഒന്നും കൂടെ എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതൊക്കെ അവന് വെച്ച് കൊടുത്തു. അവന് എവിടെയാണ് കുറ്റിയടിക്കേണ്ടത് വെച്ചാൽ അവിടേക്ക് ഈ വിളക്കൊക്കെ കൊണ്ടുവച്ചു. വിളക്ക് കത്തിച്ചു. കദളിപ്പഴം, ശർക്കര, നാളികേരം, അവില്, മലര് അതൊക്കെ ഒരു നാക്കിലേലാക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ആ നാളികേരെടുത്ത് ഒന്ന് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമേ അവിടെ കുറ്റിയടിക്കാൻ തുടങ്ങുള്ളൂ. എൻ്റെ വെല്ലുണ്ണി തമ്പുരാനെ, കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ആക്കി തീർത്തു തരണേ, വിഘ്നം കൂടാതെ കണ്ട് കഴിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ അവൻ്റെ ആശാരി കുറ്റിയടിക്കൽ തുടങ്ങുള്ളൂ. കുറ്റിയടിക്കുള്ളൂ. അപ്പോൾ അവൻ്റെ ഗണപതി ഉപാസന അത് ആശാരിയുടെ ഗണപതി ഉപാസന. ഇനി തട്ടാൻ്റെ ഗണപതി ഉപാസനയോ? തട്ടാൻ്റെ ഗണപതി ഉപാസന എങ്ങനെയല്ല. അവൻ തട്ടാനും കൊട്ടാനും ഒക്കെ ഉള്ള സാധനം എടുത്തു വെച്ച് ആദ്യം തട്ടാനുള്ളതിൽ കൊട്ടാനുള്ള സാധനം കൊണ്ട് ഒരു തട്ടുണ്ട്. അവൻ്റെ തട്ട് ഗണപതി ഉപാസന തട്ട് തട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ തട്ട് ചിലപ്പോൾ പിഴച്ചോന്ന് വരും. തട്ടാന് കൊടുത്താൽ തന്നെ 8-ൽ 1 പണ്ട് കാലത്തന്നെ പറയൽ പതിവ്. തട്ടൽ തരായിന്ന് വരില്ല, ചിലപ്പോൾ മറ്റവൻ്റെ നിന്ന് തട്ട് കിട്ടിയെന്നും വരും. അത് കൂടാതെ കണ്ടിരിക്കണമെങ്കിൽ അവൻ്റെ ഗണപതി ഉപാസന. അതേപോലെ മൂശാരി, ഇനി തുന്നപ്പണിക്കാരൻ, അവർക്ക് എല്ലാവരും ഉണ്ട് ഗണപതി ഉപാസന. ഗണപതി ഉപാസന ഇല്ലാതെ കണ്ടോ ആരും ഒരു പ്രവൃത്തിയും പതിവില്ല, ഒരാളും ഒരു പ്രവൃത്തിയും പതിവില്ല. ഇനി ഗണപതി ഹോമം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? വല്ലാണ്ട് നോക്കണ്ടല്ലോ, കേട്ടിട്ടില്ലാന്നുണ്ടോ? ഗണപതി ഹോമേ, അത് ശ്രീ മഹാഗണപതിക്ക്. ഗണപതി ഹോമം തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഗണപതി നേദ്യം കഴിഞ്ഞിട്ടേ പതിവുള്ളൂ. ഉണ്ടായിട്ടില്ലേ? നോക്കിയിട്ടും ഉണ്ടാവില്ല. നിഷ്ഠുള്ള പതിവുള്ള ആളുകളോടൊന്ന് പോയി ചോദിക്കൂ, അപ്പം അറിയാം. ഗണപതി നേദ്യം കഴിഞ്ഞിട്ടേ ഗണപതി ഹോമത്തിനുള്ള വട്ടം തുടങ്ങുള്ളൂ. അപ്പോൾ ഏത് പ്രവൃത്തിയാണെങ്കിലും വിരോധമില്ല, ഗണപതിയെ ഉപാസിച്ചതിൻ്റെ ശേഷേ പതിവുള്ളൂ. ഇനി സാധാരണ ഈശ്വരന്മാരെ സേവിച്ചാൽ അതുകൊണ്ട് ശ്രേയസ്സുണ്ട്, അതുകൊണ്ട് ഉത്കർഷമുണ്ട്. സേവിച്ചില്ലാച്ചാലോ പ്രത്യേകിച്ചൊന്നുമില്ല, അതൊക്കെ അല്ലേ. അങ്ങനെ പോവും, അത്രയേ ഉള്ളൂ. എന്നാൽ ശ്രീ മഹാഗണപതി ഉപാസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വൈഷമ്യം കാട്ടിത്തരും. ഉപാസിച്ചാൽ ശ്രേയസ്സുണ്ട്, ഉപാസിച്ചില്ലെങ്കിലോ, അദ്ദേഹത്തിനെ സേവിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അപ്പം കാണാം.
വലിയ താമസമൊന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? പിന്നെ ആർക്കാഹേ പറ്റിയിരിക്കണത്? ചിരിക്കാണ്ട കാര്യം പറയോ? ആർക്കെങ്കിലും ഇങ്ങനെ ഗണപതിയെ ഉപാസിക്കാതെ കണ്ടിരുന്നിട്ട് അതുകൊണ്ട് വല്ല അനർത്ഥവും സംഭവിച്ചിട്ടുണ്ടോന്ന് ഉണ്ടെന്ന്. ആർക്കത്? അത് താൻ നമ്മുടെ കോശവനെ അറിയില്ലേ? കോശവൻ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ അത്ര സുഖാവണില്ലാവോ ഈ പേര്? ഞാൻ അങ്ങനെ പറയാറില്ല. ആരാന്ന് മനസ്സിലായി? ഈ കൊശവൻ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കണവരില്ലേ? കലം, കുടം, ചട്ടി, മംഗലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാത്രങ്ങൾ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവനെയാണ് കോശവൻ എന്ന് പറയുക. കുംഭകാരൻ അങ്ങനൊരു പേരുണ്ട്. കുംഭകാരനെ ലോപിച്ച് ഇപ്പം എങ്ങനെയാ പറയുക? കുംഭാരൻ. ആ കുംഭാരൻ, ആ വിദ്വാന് ഒരനർത്ഥം പറ്റലുണ്ടായി. അവൻ്റെ യാവന ഉപജീവനം എന്താ? ഈ അവൻ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് അവൻ്റെ നിത്യവൃത്തി. അങ്ങനെ പതിവ് പോലെ അവൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ മൺപാത്രങ്ങൾ ഒരു കൊട്ടയിലെടുത്ത് വെച്ച് അവൻ അത് ഏറ്റി കൊടുക്കാനായിട്ട് ആർക്കെങ്കിലും കൊടുക്കണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു. കോശവൻ പോണ പോക്ക് കണ്ടാൽ അയ്യോ വല്ലാത്തൊരു ചുമട്ടാണല്ലോ. ഭാരം വല്ലാണ്ട് ഉണ്ടെന്ന് തോന്നും. എന്നാ തോന്നലേ ഉള്ളൂ, അതിൽ ഭാരമൊന്നുമില്ല. അത്രയും വലിയ ആ ഒരു പാത്രത്തിലാണ്, കൊട്ടയിലാണ് എടുത്ത് വെച്ചുകൊണ്ട് അവൻ അവിടുന്ന് പുറപ്പെട്ടു. ചോദിച്ചിറങ്ങി, കലം വേണോ കലം, കുടം വേണോ കുടം, അങ്ങനെ ചോദിച്ചിങ്ങനെ നടക്കണ്ട. ഇവിടെ ചിലവാവണില്ല എന്നാണ് തോന്നുന്നത്. അതും കൊണ്ട് അയാൾ യാത്രയായി. ഇവിടെ വേണ്ട, കേൾക്കേണ്ട താമസമേ ഉള്ളൂ. എവിടെയാ ചിലവാകാന്ന് വെച്ചില്ലല്ലോ, അന്വേഷിച്ചിങ്ങനെ നടക്കുക. അവൻ്റെ അവിടുന്ന് പുറപ്പെട്ട് പല ദിക്കിലും ഈ അന്വേഷിച്ച് ഇത് വേണോ ചോദിച്ച ആവശ്യക്കാരെ അന്വേഷിച്ച് നടന്നു. നേരം ഏകദേശം മധ്യാഹ്നമായി, നട്ടുച്ചയായി. ഇത്രയും നേരമായിട്ടും അവൻ അന്ന് കൊണ്ടുപുറപ്പെട്ടിട്ടുള്ള പാത്രത്തിൽ നിന്ന് ഒരെണ്ണം പോലും ചിലവായിട്ടില്ല. സാധാരണ ഈ നേരം ആകുമ്പോഴേക്കും ആ പാത്രങ്ങളൊക്കെ കൊടുക്കേണ്ട ആൾ ആവശ്യക്കാർ മേടിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. അവന് കിട്ടേണ്ട സമ്പാദ്യം കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോവുക. അങ്ങനെയാണ് സാധാരണ പതിവ്. അന്ന് ഒരു പാത്രം പോലും ചിലവായിട്ടില്ല. പക്ഷേ ഞാൻ ഈ പ്രവൃത്തിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലോ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനൊരു ഒന്ന് പറ്റലുണ്ടായിട്ടില്ലല്ലോ. എൻ്റെ പാത്രം ഒന്ന് ആർക്കും വേണ്ടിയിരിക്കുമോ? ഒന്നും കൂടി നോക്കുക, ഒന്നുകൂടി നടക്കാം. പതിവുള്ള ദിക്കൊക്കെ വിട്ട് പിന്നെ ഇങ്ങനെ നടന്നേ. കലം വേണോ കലം, കലം വേണോ കലം. നീ വേണ്ടാച്ചാലും ചിലവായി. ആരാത്? കോശവനോ? പെട്ടെ ചിലപ്പോൾ ഉണ്ട് അവൻ്റെ പാത്രങ്ങളൊക്കെ ഇറക്കി നോക്കട്ടെ. അടിയിലിരിക്കണതൊന്ന് കാണട്ടെ, ആ മുകളിലിരിക്കണതൊന്ന് മാറ്റേ. മുഴുവൻ കാണാനില്ല, അതുകൊണ്ടാണ് എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് മാറ്റി വെച്ചു. എനിക്ക് പറ്റണത് ഇതിലില്ല, കൊണ്ടുപോകാം. അങ്ങനെ ചില ദിവസങ്ങളിൽ പതിവുണ്ട്. ഇന്ന് അതുപോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ ചോദിച്ച് നടക്കുമ്പോഴാണ് ഒരു വിദ്വാൻ വിളിച്ചു. ആരാ? കലം, കലം, ഇവിടെ ഒന്ന് വരുമോ? സമാധാനമായി, ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തൂല, ചിലവായില്ലെങ്കിലും വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ അവിടേക്ക് പുറപ്പെട്ടു പോകാൻ അങ്ങോട്ട് നടന്നിറങ്ങി. പോണ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഒരു കടമ്പയുണ്ട്. കടമ്പ എന്ന് പറഞ്ഞാൽ ഒരു പടി. ചില ദിക്കിൽ ഈ ഭാഷകൾ മനസ്സിലാവാൻ വലിയ ഞെരുക്കണ്ടേ, ഇനി എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ലാതെയൊക്കെ ഉണ്ടാവും. ആ പടി അത് കുറച്ച് ഉയരമുണ്ട്, പൊക്കം കൂടും. ആ പടി കടന്നിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ വഴി കുറച്ചുണ്ട്. അങ്ങനെ നടന്ന് ഈ പടിയുടെ അവിടെ എത്തി. ആ പടിയുടെ അവിടെ എത്തി. ഇതൊന്നും അങ്ങോട്ട് കയറി കൂടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത്ര അനർത്ഥം ഉണ്ടാവുമെന്ന് നിരീക്കലുണ്ടായില്ല. എന്നാൽ ഞാൻ അതിനെന്തെങ്കിലും കാലയെ കൂട്ടി ഒന്ന് ചെയ്തിരുന്നു. അവിടെ എത്തിയപ്പോഴല്ലേ ഈ വൈഷമ്യങ്ങൾ മുഴുവൻ മനസ്സിലാവലുണ്ടായത്. എന്തായാലും പുറപ്പെട്ട സ്ഥിതിക്ക് കയറാണ്ടെന്ന് വൃത്തിയില്ല. എന്തായാലും എങ്ങനെയാ അവിടെ നിരീക്ഷ ഒരു കല്ല് അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ചവിട്ടി ആ കാല്, മറ്റേ കാല് അവരങ്ങേപ്പുറത്തേക്ക്
ഓ ഇളകുണ്ട്, വീഴാണ്ട കഴിഞ്ഞാൽ മതി എന്നുണ്ട്. ഞാൻ പോണവരെങ്കിലും അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കി അത് മറ്റേ കാലകത്തൊക്കെ എടുത്ത് വെച്ചത് ഒരു ഉരുളങ്കല്ലിൻ്റെ മുകളിലായിരുന്നു. ഈ കാല് ഇവിടെ വെച്ച് അത് ഉറച്ചു നിരീച്ച് മറ്റേ കാല് ഇങ്ങോട്ട് പൊക്കി. മറ്റേ കാല് പൊക്കിയപ്പോഴോ ആദ്യം വെച്ച കാല് ആ കല്ലങ്ങോട്ട് ഉരുണ്ടു. കല്ലുരുണ്ടതോട് കൂട്ടി പൻ ചടപട ഉറക്കട് കരയാൻ തുടങ്ങി. അവന് വൈഷമ്യൊന്നും പറ്റിയിട്ടല്ല കേട്ടോ, അവന് യാതൊന്നും പറ്റിയിട്ടില്ല, കയ്യിനോ കാലിനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും അവൻ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ ഗൃഹസ്ഥൻ ആളെ കാണാനില്ലല്ലോ. ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരമായി, ഇവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു, എന്താ വരാത്തത്? അപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. പന്തില്ലാത്ത ശബ്ദം കേട്ടപ്പോൾ എന്താണെന്നറിയാനായിട്ട് ഗൃഹസ്ഥൻ അവിടുന്ന് പുറപ്പെട്ടു. പടിക്കൽ അവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടായി ഈ വിദ്വാൻ അവിടെ കിടക്കുക. എന്നോട് ഇവിടെ വന്ന് കിടക്കാനല്ല പറഞ്ഞതാ, പാത്രം കൊണ്ട് അങ്ങോട്ട് വരാനാ പറഞ്ഞത്. അങ്ങോട്ട് വരാൻ പുറപ്പെട്ടതായിരുന്നു. പുറപ്പെട്ടാൽ പിന്നെ എന്തിനാ ഇവിടെ കിടന്നത്? കിടക്കായിട്ടല്ല, വീഴായിട്ടേ ഉണ്ടായത്. എന്നാ അവിടുന്ന് എണീക്കുക. എന്താ എന്തിനാ കരയണത്? വല്ലതും പറ്റിയോ? പറ്റാൻ ബാക്കിയൊന്നുമില്ല. എൻ്റെ കയ്യിനും കാലിനും ഒന്നും വലിയ അപകടം കാണാനില്ലല്ലോ. അത് പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ പാത്രം പൊട്ടിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. അത് സാരല്ല, അത് പറയണോന്ന് സാരല്ല. സാരം ഇതുണ്ടാക്കിയോനെ എൻ്റെ ക്ലേശം എത്രയുണ്ടെന്ന് അറിയുള്ളൂ. അവനോർ ഇവിടെ തന്നെ ഇവിടെ പോവാം, ഇവിടെ കിടന്ന് കരയണ്ടാനി. അവൻ കൊണ്ടുവന്നോടത്തോളം പാത്രമൊക്കെ പോയി, അതൊക്കെ ഉടഞ്ഞു പോയി. അവൻ കൊട്ടയെടുത്ത് അവൻ്റെ കൂടേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ അതെ വരട്ടെ, പോവാൻ വരട്ടെ, ഈ സാധനമൊക്കെ ഇവിടെ ഇട്ട് പോവുക, ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് പോയി. ഇതിൽ കേമന്മാർ വരേണ്ട വഴിയാ, എന്നെ പോലെയുള്ള കൊശവന്മാർക്കുള്ള വഴിയല്ല. കേമന്മാരെ അനവധി ആളുകൾ ഇങ്ങോട്ട് വരണ വഴി. ഇതൊക്കെ പറക്കി കളഞ്ഞിട്ട് ഈ സ്ഥലം വൃത്തിയാക്കിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ. എൻ്റെ ഗ്രഹപ്പഴേ പാത്രങ്ങളൊക്കെ ഉടഞ്ഞ് പോവുകയും ചെയ്തു. മറ്റവൻ്റെ പടി വൃത്തിയാക്കി കൊടുക്കും വേണമെന്നുള്ള ഒരു വല്ലാത്തൊരു മാറ്റിയതാണല്ലോ ഒന്ന് പറ്റിയേക്കണത്. അതൊക്കെ പറക്കി കളഞ്ഞ് അവൻ കോട്ടയം കൊണ്ട് അവൻ്റെ കൂടെ യാത്ര തിരിച്ചു തന്നെ പോന്നു. തിരിച്ചു പോരണ വഴിക്കാണ് അവൻ ആലോചിച്ചത്, എന്താ അങ്ങനെ പറ്റാൻ കാരണം? ഞാൻ ഈ തൊഴിലും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, ഈ പ്രവൃത്തിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയല്ലോ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എനിക്കിങ്ങനൊരു വൈഷമ്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്താ എനിക്കിത് സംഭവിക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ച് അവനങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അവന് ബോധ്യായത്. ഇന്ന് പതിവുള്ളതുണ്ടായില്ല, അതുണ്ടായില്ല, അതുകൊണ്ടാ പറ്റിയതേ. എന്താ ഈ പതിവുള്ളത്? ശ്രീമഹാ വെല്ലുണ്ണി തമ്പുരാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോരലേ പതിവുള്ളൂ. എൻ്റെ വെല്ലുണ്ണി തമ്പുരാനെ അവിടുത്തെ ഒന്ന് പ്രാർത്ഥിക്കാതെ ഉണ്ടായതിൻ്റെ വൈഷമ്യം എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കലുണ്ടായില്ലല്ലോ. ഇങ്ങനെ വിചാരിച്ച് അവൻ്റെ ഭവനത്തിലെത്തി. അപ്പോൾ മണ്ണവിടെ കുഴച്ച് വെച്ചതൊക്കെ ഉണ്ടാക്കാനുള്ളത്, അതൊന്നൊരു ഉരുള മണ്ണ് ഒരു ഇലയിൽ എടുത്തു വെച്ച് എൻ്റെ വെല്ലുണ്ണി തമ്പുരാൻ എന്താ അത് മാറ്റിത്തന്തോടുകൂടി കഴിഞ്ഞു എന്നാണ് ഞാൻ നിരീക്ഷിച്ചതിന്. ഇപ്പോൾ തുടങ്ങാൻ പോകണേ ഉള്ളൂന്നുണ്ടോ? ഇനിയെങ്കിലും ഈ തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവരുതേ. വെല്ലുണ്ണി തമ്പുരാനെ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവൻ എല്ലാം ഉണ്ടാക്കി വെച്ചോടത്തോളം പാത്രം മുഴുവൻ കൊണ്ടുവരുന്നില്ല. കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പറക്കി വെച്ച് അവൻ ആദ്യം അത് കൊണ്ട് പുറപ്പെട്ടപ്പോഴാണ് അത് രണ്ട് വിദ്വാന്മാരിതാ വരണോ. വരണ്ട എന്താവോ, ഇങ്ങോട്ട് വരാം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ വരുന്ന ആ വഴിയിൽ ഇങ്ങനെ നിൽക്കണമെന്നില്ല. നീ ചില ആളുകൾ വന്നുകൂടായേ ഇല്ല. ഇങ്ങട് എന്തേ പോന്ന? നന്നെ ഒന്ന് കാണണം നിരീക്ഷിച്ച് പോന്നതാ. എന്താവോ വേണ്ടത്? ഞങ്ങൾക്ക് സാരം പാത്രങ്ങൾ വേണ്ടിയിരുന്നല്ലോ. ഉവ്വ്, അത്യാവശ്യം ചിലതൊക്കെ ഉണ്ട്.
എന്നാ അപ്പോൾ നീ കൊട്ടയിൽ കൊണ്ടുപോകാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടേക്കുന്നതാണോ പാത്രങ്ങളൊക്കെ എടുത്ത്? ആ അതെ, താഴത്ത് വയ്ക്കേ, താഴത്ത് വയ്ക്കേ. ചൂള വല്ലാണ്ട് അധികമായിട്ടില്ല, എന്നാ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ഇതെന്താ ഇരിപ്പൊന്ന് ചെരിഞ്ഞിരിക്കണത്? നേരെ ഇരിക്കില്ലേ ഈ പാത്രം? നേരെ ഇരിക്കില്ലേ എന്നാ? ആ ആ ആ ഒന്ന് നിർത്തി വയ്ക്കേ. ഒന്നും കൂടി. ഇങ്ങനെയല്ല, ഇനി ഇരിപ്പിനൊരു കൗതുകല്യായുണ്ടല്ലോ. ആ കുറച്ചും കൂടി. ആ ഒന്നാതായിക്കോട്ടെ. ഇതും വലിയ വൈഷമ്യൊന്നും ഇല്ല. ഇതും അതിൻ്റെ വലുതാവും. അതങ്ങനെ അതെ അതിൻ്റെ തന്നെയാണ്. ഇത് ഒന്നിച്ചുണ്ടാക്കിയ ഒന്നിച്ചല്ല, എന്നാലും കൗതുകമുള്ള തന്നെയാണ്. എന്തായാലും ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. മാത്രമല്ല അവിടെ ഒരു വലിയൊരു ആഘോഷം വരാൻ പോകുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി കലങ്ങളായിട്ടും കുടങ്ങളായിട്ടും പല പല പാത്രങ്ങൾ ആവശ്യമുണ്ടാവും. എന്താ നിനക്ക് തരാൻ പറ്റുമോ? ഇതുപോലെ തന്നെ ആവണം, നന്നാവണം. ഇതിപ്പോൾ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെടണത്. ചിരിച്ചിട്ട് കാര്യമില്ല, കൗതുകണ്ടേ. നല്ല ഭാഷ നന്നായിട്ടുണ്ട്. അതാ ഇത്രയും ഭാഷ നന്നായിട്ട് കിട്ടിക്കോളാൻ നന്നായി ഇരിക്കണ്ട. അതാ പറയണത്. എങ്ങനെയാ തരാൻ പറ്റുമോ? എത്തിക്കാം. എന്നൊക്കെയാ വേണ്ടേരാവോ? അതൊരു 2 മാസം കൂടി കഴിഞ്ഞിട്ടേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതൊക്കെ തരാൻ പറ്റില്ലേ? തരാം, അവിടെ എത്തിച്ചോളാം. ഓ നല്ല അത് ഏറ്റുമല്ലോ ഇല്ലേ? ഏറ്റു, അവിടെ എത്തിച്ചോളാം. ഏട്ടെ, ഇതിനിപ്പോൾ എന്താ തരേണ്ടത്? ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് എന്താ തരേണ്ടതാന്നാ? ഇതിപ്പോൾ ഇന്നല്ലല്ലോ മേടിക്കണത്. ഇതിന് മുമ്പേ ഇവിടെ വന്നിട്ട് ഈ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ മാറി മാറി പറയുക, അങ്ങനെ ഒരു പതിവില്ല. ആ പതിവനുസരിച്ചിട്ട് കാലസ്ഥിതി അനുസരിച്ച് കൂട്ടി തരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ കൊണ്ട് ഇത്ര തരണം എന്ന് പറയൽ പതിവില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. സാരം കൊണ്ടുവന്നിട്ടുണ്ട്. കൈകാട് മടിക്കണ്ട, അത് കൊടുത്തു. ഇനി ഏൽപ്പിച്ചതിന് കുറച്ച് മുൻകൂറായിട്ട് കുറച്ച് വലുതും വേണ്ടി വരും. അയ്യോ അങ്ങനെയൊന്നും വേണ്ട, കുറച്ചുണ്ടായിക്കോട്ടെ. നമുക്ക് പണിക്ക് ഒരു ഉത്സാഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണ്ട. അത് അവിടെ എത്തിച്ചോളാം, അടിയൻ അവിടെ എത്തിച്ചോളാം. അല്ല ഇതും കൂടി ഇരിക്കട്ടെ, പിടിച്ചോ, അതും കൂടി കൊടുത്തു. അവനൊരു സന്തോഷാവലുണ്ടായിട്ടുണ്ട്. അമ്പാ വിചാരിച്ചതിലധികം അന്ന് സമ്പാദ്യം ഉണ്ടായത്. ഇങ്ങനത്തെ ദിക്കിൽ വന്നാൽ തന്നെ അങ്ങനെയാ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെയധികം സമ്പാദ്യം ഉണ്ടാവും. ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വരണതും അതവരൊക്കെ. എന്തായാലും നന്നായി, അവനങ്ങോട്ട് സന്തോഷമായി. വെല്ലുണ്ണി തമ്പുരാനെ, അവിടുത്തെ ഒരു പ്രാഭവം അവിടുത്തെ ഉപാസിക്കാതെ കണ്ടിരുന്നപ്പോൾ അതിൻ്റെ വൈഷമ്യം അടിയന് മനസ്സിലായി. ഉപാസിച്ചതുകൊണ്ടുള്ള ഗുണോ അതിൻ്റെ ശ്രേയസ് ഇത്രയും വേഗം ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലും ഉണ്ടായില്ല. നന്നായി. ഇത് ഗണപതിയെ ഉപാസിക്കാതെ കണ്ടിരുന്നതിൻ്റെ ഫലം അവൻ അനുഭവിച്ചു എന്നർത്ഥം. മറ്റുള്ള ഈശ്വരന്മാരെ ഉപാസിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വൈഷമ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ദോഷങ്ങളുണ്ടാവില്ല, അനർത്ഥങ്ങളുണ്ടാവില്ല. ഇദ്ദേഹത്തിനെ ഉപാസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വൈഷമ്യം അങ്ങോട്ട് മനസ്സിലാവും. അത്ര വൈഭവം ഉണ്ടോ ശ്രീ മഹാഗണപതിക്ക്? ശ്രീ മഹാഗണപതിയെ പോലെ ഇത്രയും വൈഭവം ഉണ്ടായിട്ട് മറ്റൊരു ഈശ്വരനുണ്ടോ എന്ന് സംശയ. ത്രിമൂർത്തികളെക്കാൾ വൈഭവം. അപ്പോൾ തനിക്ക് ത്രിമൂർത്തികളെ ബഹുമാനാണെന്ന് താൻ സമ്മതിക്കൽ കഴിഞ്ഞൂലേ? പിന്നെ അവർ ബഹുമാനിക്കാതെ കണ്ടിരിക്കാൻ വയ്യല്ലോ. എന്നാൽ ആ ത്രിമൂർത്തികൾ പോലും ശ്രീ മഹാഗണപതിയെ ബഹുമാനിക്കുന്നവരാണ്. അവർ പോലും അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നുണ്ട്. അത്രയും യോഗ്യത, ഇത്രയും തനിക്ക് താൻ പോരുമയുണ്ടായിട്ട് യോഗ്യതയുണ്ടായിട്ട് ശ്രീ മഹാഗണപതിയെ പോലെ മറ്റൊരു ഈശ്വരനുണ്ടോ എന്നുള്ളത് സംശയ ഇല്ല എന്ന് ഞാൻ പറയണില്ല, സംശയമാണ് എന്നർത്ഥം. എത്രമാത്രം ഉണ്ട് ഗണപതിയുടെ ആ ശ്രീ മഹാഗണപതിയുടെ മാഹാത്മ്യം, വൈശിഷ്ട്യം എന്നാണെന്നെങ്കിൽ അതറിയാനായിട്ട് ചെറിയൊരു കഥയുണ്ട്. ആ കഥ ഞാനൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം. ഞാൻ പറയണോടത്തോളേ ഉള്ളൂ എന്ന് ഇരിക്കരുത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വൈഭവം എത്രയോ വലുത്. ശേഷമുള്ളവരെ പറയുമ്പോൾ അതിലത്തെ
ലേശാംശെങ്കിലും പെട്ടാൽ ദൈവാധീനമേ ഞാൻ നിരീക്കണുള്ളൂ. അപ്പോൾ ഞാനത് പറയാനായിട്ട് ശ്രമിക്കാം. മനസ്സിരുത്തിയിരിക്കണം, വീഴരുത്, ഉറക്കം തൂങ്ങരുത്. അതെ എന്താ അവിടെ ഇരിക്കുക, സാമാന്യം പോലെ ഇരിക്കുക. ഇങ്ങനെ ബന്ധില്ലാതെ കണ്ടിരുന്നാൽ പറയണ ആൾക്കുണ്ട വിഷമേ. എന്നാ ഒന്ന് കേൾക്കട്ടെ. ഗണപതിയുടെ, ശ്രീ മഹാഗണപതിയുടെ യോഗ്യതയെ പറ്റിയിട്ടുള്ള ഒരു കഥ പറയാൻ ഭാവമുണ്ട് എങ്കിൽ അത് സാരൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. എന്നാ ശ്രദ്ധിച്ച് കേൾക്കാം. യസ്യാസൗ പ്രാതരാശായ ധനേശോപി ന ശക്നുയാൽ അപരിച്ഛേദ്യരൂപം തം ഗണേശ്വരമുപാസ്മഹേ. തം ഗണേശ്വരം ഉപാസ്മഹേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഉപാസിക്കണു. ആ ഗണേശ്വരൻ എങ്ങനെയുള്ള ഈശ്വരനാണ് എന്നാണെങ്കിൽ അസൗധനേശ അപി യസ്യ പ്രാതരാശായ ന ശക്നുയാൽ. യാതൊരുത്തൻ്റെ പ്രാതരാശത്തിനായിക്കൊണ്ട് ധനേശൻ പോലും ശക്തനായില്ല. വൈശ്രവണൻ പോലും യാതൊരു ശ്രീമഹാഗണപതിയുടെ ഒരു പ്രാതലുകൾ വേണ്ടതുപോലെ കഴിപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല, വൈശ്രവണനെ കൊണ്ട്. ഇത് ഈ വൈശ്രവണനെ കൊണ്ട് പോലും എന്ന് പറയാൻ കാരണം സമ്പത്തില്ലായുണ്ടോ? വൈശ്രവണനെ പോലെ ഇത്രയും സമ്പന്നനായിട്ട് അമ്മ ലോകത്തിൽ മറ്റൊരാളുണ്ടോ എന്ന് സംശയ. ആരാ വൈശ്രവണൻ? ധനേശന, നവനിധികൾക്കും നാഥനായിട്ടുള്ളവനാണ് വൈശ്രവണൻ. ആ വൈശ്രവണന് ശ്രീ മഹാഗണപതിയുടെ ഒരു നേരത്തെ ഭക്ഷണം പ്രാതല് കഴിപ്പിക്കാൻ പറ്റിയില്ല. പ്രാതല് ഭംഗിയായില്ലേ? ഇല്ലാന്ന് ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ പറയുന്നുണ്ട്. ഇത്രേൻ്റെ തരായത് ദൈവാധീനം എന്നിരിക്കുക വേണ്ടത്. ഏതായാലും എന്താ വൈശ്രവണനെ പറ്റാതെ കണ്ടിരിക്കാൻ കാരണം അതെന്തായിരുന്നു എന്നാണെങ്കിൽ, വൈശ്രവണൻ തൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ നിദാനം എന്താണെന്നാ നിരീക്ഷിക്കണത്? മഹാദേവൻ്റെ അനുഗ്രഹമാണ് കണക്കാക്കിക്കണത്. ലങ്കാനഗരിയിൽ നിന്ന് രാവണൻ വൈശ്രവണനെ ആട്ടി ഓടിച്ചപ്പോൾ അവിടുന്ന് വൈശ്രവണന് കടത്താൻ പറ്റുന്നത് മുഴുവൻ അന്ന് കടത്തി. ആ സമ്പത്തോട് കൂടിയിട്ട് കൈലാസത്തിൽ വന്ന് ശ്രീ മഹാദേവനെ ആശ്രയിക്കുക ചെയ്തത്. അദ്ദേഹത്തിനെ ആശ്രയിച്ചു. ആരെ? വൈശ്രവണനോ? വരൂ 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 വരൂ. എന്താ വൈശ്രവണൻ? എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടേ. ഓ, നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടായി എന്നുള്ളത്. ഇത്ര നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോഴേ, തുടക്കത്തിലേ ഇത്ര തന്നെ പ്രതീക്ഷ ഉണ്ടാവില്ല, അത്രയൊക്കെ ഒന്ന് കൂടുന്നുള്ളത്. ആ വൈശ്രവണന് ഇരിക്കാനായിട്ട് ഒരു ശ്രീ മഹാദേവൻ ഈ കൈലാസപർവ്വതത്തിൻ്റെ സമീപത്തായിട്ട് അളക എന്ന് പേരായിരിക്കുന്ന ഒരു രാജധാനി അവിടെയാണ് നിർമ്മിച്ചു കൊടുക്കലുണ്ടായത്. അതുകൊണ്ടോ വേണം അത് നിലനിൽക്കണം എന്നുള്ള അർത്ഥം. നിലനിൽക്കാതെ ഉണ്ട് സാരം കാലം കുറച്ചുകൂടെ പിന്നെ എന്താ അതാണെന്ന് ഇപ്പം അധികം ആളുകൾക്കും പറ്റണതേ. അവർക്ക് ആർക്കും ഈ ഒരു ചിന്തയില്ല. ആ തൽക്കാലം സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് മറക്കുക. ആ ഉണ്ടാവുന്ന കാലം വരെ ഉണ്ടാവാനായിട്ടുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടം ചെയ്തു എന്ന് വരും. അത് കഴിഞ്ഞാലോ പിന്നെ ഒരു ചിന്തയില്ല, പിന്നെ ഈശ്വരനെ വിചാരിക്കലന്നെ ഇല്ല. വൈശ്രവണൻ ആ പ്രകൃതക്കാരനായിരുന്നില്ല. വൈശ്രവൻ്റെ ഈ സമ്പത്തിൻ്റെ ഈ ഇന്ന് കാണുന്നത് ഈ ശ്രേയസിൻ്റെ മുഴുവൻ നിദാനം മഹാദേവൻ്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ആ വൈശ്രവണൻ
പതിവായിട്ട് ശിവദർശനത്തിന് പോവാറുണ്ട്. ഒരു ദിവസം ശിവദർശനത്തിനായിട്ട് അളകാ രാജധാനിയിൽ നിന്ന് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ആ ഗോപുരത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് വൈശ്രവണനെ കാണാനായിട്ട് ഒരു വിദ്വാൻ്റെ വരവാ. എന്തേ പോകുന്ന ഒന്ന് കാണണം നിരീക്ഷിച്ച് പോകുന്നതാ. നാ കണ്ടില്ലേ, ഇനി പോവാം. അല്ല, ഒരു കാര്യം സാധിക്കാണ്ടായിരുന്നു, അതൊന്ന് അറിയിച്ച് എന്നിട്ട് വേണം പോവാനുണ്ട്. അയ്യോ, എനിക്കിപ്പോൾ അതിനെ പറ്റിയൊരു അവസരമൊന്നുമല്ല. ഞാൻ ശിവദർശനത്തിനായിട്ട് പോവുകയാണ്, കൈലാസത്തിലേക്ക് പോവുകയാണ്. ഭഗവത് ദർശനം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കാര്യം കേൾക്കാനോ എന്തെങ്കിലും ചെയ്യാനോ അപ്പോഴേ എനിക്കൊരു അവസരം ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോൾ പോവുക. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നത് വരെ അവിടെ കാത്തിരുന്നോ. ഈശ്വരൻ ഇങ്ങോട്ട് നടക്കാതിറങ്ങിയപ്പോഴാണ് ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു പഴക്കൊല. അത് പണ്ട് കാലം മുതൽ തന്നെ ഉണ്ടാകുന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്താലേ തരാവുള്ളൂ എന്ന് ഉറപ്പാവൽ കഴിഞ്ഞു അല്ലേ. ഇപ്പോഴല്ലാതെ പണ്ട് കാലം മുതൽ തന്നെ അത് ഓരോരോ കാലത്തിനെ അനുസരിച്ച് അതിൻ്റെ സ്വഭാവങ്ങൾ മാറും എന്നുള്ളതേ ഉള്ളൂ. അന്ന് പഴമായിരുന്നു കൊണ്ടൊക്കെ കൊടുത്തിരുന്നത്. ഇന്ന് വേറെ സാധനങ്ങളാണ് അവിടെ. അത് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചില്ലാതെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്തിനു കൊണ്ടുവന്നതാ? അവിടെ തിരുക്കാഴ്ചയായിട്ട് കൊണ്ടുവന്നതാ. അപ്പോഴാണ് വൈശ്രവണൻ ആലോചിച്ചത്, ഞാൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് ഇവന് വരാൻ തോന്നുക, അവൻ എനിക്കൊരു കാഴ്ച വയ്ക്കാനായിട്ടൊരു പഴക്കൊല കൊണ്ടുവരണമെന്ന് തോന്നുക. ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കല്ലേ ഭംഗി. അങ്ങനെ ആവാം. അതങ്ങടെ എത്തിക്കാൻ പറ്റില്ലേ കൈലാസത്തിലേക്ക്? എന്നാ അവിടെ വയ്ക്കേണ്ട, അതെടുത്ത് എൻ്റെ പിന്നാലെ പോരെ. പറയേണ്ട താമസമേ ഉള്ളൂ. അതവൻ അവിടെ വച്ച സാധനം അവൻ ഏറ്റി വൈഷ്ണവനൻ്റെ പിന്നാലെ അവനും പുറപ്പെട്ടു. ഏകദേശം കൈലാസത്തിൻ്റെ അടുത്തെത്തി ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വൈഷ്ണവണൻ പറഞ്ഞു, ഭഗവാന് കാഴ്ച വയ്ക്കാനുള്ളത് മറ്റൊരാളെ കൊണ്ട് ചുമപ്പിച്ച് കൊണ്ടുപോയി അവിടെ ഏറ്റിച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കാച്ചാൽ കുറച്ചൊരു അനൗചിത്യാവും എന്നാണ് തോന്നണത്. ഞാൻ തന്നെ കൊണ്ടുവല്ലേ ഇതിൻ്റെ ഭംഗി. താഴ്ച വെച്ചേ, അത് താഴത്ത് വെച്ചേക്കേ. അല്ല, ഞാൻ അവിടേക്ക് എത്തിക്കാം. വേണ്ട, ഇവിടെ മരം മതി. ആ പഴക്കൊല അവിടെ താഴ്ത്ത് വെച്ചു. അല്ല, അങ്ങോട്ട് എത്തി വേണ്ടെന്ന് ഞാനല്ലേ പറയണത്. അവിടെ വെച്ചേക്കേ. ഞാൻ പോയിക്കോ. അവനെ പറഞ്ഞേക്കും ചെയ്തു. വൈശ്രവണൻ ഈ പഴക്കൊല പതുക്കെ താങ്ങി. പഴക്കൊല എടുത്തപ്പോൾ പൊങ്ങണില്ല. എന്താ കൂറ്റത്താം. ഈ കാഴ്ചക്കൊലയ്ക്ക് എൻ്റെ പ്രത്യേകതയുണ്ട്. കാഴ്ചക്കൊല എന്ന് പറഞ്ഞാലോ എണ്ണവും ധാരാളം ഉണ്ടാവും, വണ്ണവും ധാരാളം ഉണ്ടാവും. അപ്പോൾ പടുകൂറ്റൻ കൊലയാ. ആ കൊല കയ്യിലെടുത്ത് നിരീക്ഷ പോലെ അല്ലല്ലോ, ഇത് പൊങ്ങണില്ലല്ലോ. ഒന്ന് രണ്ട് അടി വെച്ചപ്പോഴേക്കും നടക്കാൻ പറ്റണില്ല. പഴക്കൊല താഴെ തന്നെ വെച്ചു. അയ്യാ, അവൻ പോയിട്ടില്ലെങ്കിൽ അവനെ കൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിക്കായിരുന്നു. അപ്പോഴേക്കും അവൻ അവിടുന്ന് പോവലും കഴിഞ്ഞു. എന്താ വേണ്ടത്? ഇനി ഇവിടെ വെച്ച് പോകാനും പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കണമല്ലോ. ആദ്യം അതെടുത്ത് നടന്നിറങ്ങി. അങ്ങനെ നടന്ന് ഒരു 4 അടി നടക്കും. പഴക്കൊല അവിടെ വയ്ക്കും, പിന്നെയും നടക്കും, പിന്നെ അത് അവിടെ വയ്ക്കും. അങ്ങനെയിട്ട് വൈശ്രവണൻ വല്ലാതെ കണ്ട് ക്ലേശിച്ച് ഒരു വിധത്തിൽ ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചാൽ മതി എന്നുള്ള മട്ടിലാണ് അവിടുന്ന് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് ശ്രീ മഹാഗണപതി വൈശ്രവണൻ്റെ വരവിനെ കണ്ടു. ആരാ ഈ തലയും കുത്തി നടക്കുന്നത്? അതാ തല കുത്തി നടക്കല്ല. വൈശ്രവണൻ കുഞ്ഞെടുത്ത് ഈ പിടുത്താണ്. അകലേന്ന് കാണുമ്പോൾ തലകുത്തി നടക്കാന്നാ തോന്നുക. അപ്പോൾ ശ്രീ മഹാഗണപതിക്ക് വൈശ്രവണനല്ലേ, എന്താ വൈശ്രവണന് വല്ല അപകടവും പറ്റിയോ ശരീരത്തിന്? ഇതെന്താ ഇങ്ങനെ പന്തില്ലാതെ ഇങ്ങോട്ട് നടക്കണത്? അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ വൈശ്രവണൻ്റെ കയ്യിൽ നല്ലൊരു പഴക്കൊല. പാപ്പല്ലേ കൊണ്ടുപോണത്? എന്തായാലും അത് മേടിക്കാം. നിരീക്ഷ വൈശ്രവണൻ്റെ അടുത്തേക്ക് ശ്രീ മഹാഗണപതി പുറപ്പെട്ടു. ആരാ പോണത്?
ആരാ അത്? വൈശ്രവണനല്ലേ? വൈശ്രവണ, വൈശ്രവണ. എവിടുന്ന് ആളെ കാണാനില്ല, ശബ്ദം കേൾക്കാനും ഉണ്ട്. ഓ അതാ എത്തി. ആരാ? വൈശ്രവണനല്ലേ പോണത്? അതെ അതെ, ഞാൻ തന്നെയാണ് പോണത്. വൈശ്രവണൻ തന്നെയാണ്. എന്താ വൈശ്രവണ കയ്യിലൊരു സാധനം? എന്താ കയ്യിൽ? അത് ഒരു കൊല പഴമാണ്. ആ വൈശ്രവണ, വൈശ്രവണ എവിടേക്കാ കൊണ്ടുപോകണത്? അത് ഭഗവാനെ തിരുവുകാഴ്ച വെക്കാനാണ്. വൈശ്രവണ, വൈശ്രവണ അവിടെ വെച്ചേക്കൂ, അവിടെ വെച്ചേക്കൂ. അവിടെ വെക്കാനല്ല ഞാൻ കൊണ്ടുപോകണതേ. എന്നാ അപ്പോൾ ഗോപുരം കിടന്ന ഉടനെ അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇത് വൈശ്രവൺ പതുക്കെ മനസ്സിൽ വിചാരിക്കണുള്ളൂ കേട്ടോ. അല്ലാണ്ട് ശ്രീ മഹാഗണപതിയോട് പറയണമൊന്നുമില്ല. ഇനി വൈശ്രവണ നന്ന ക്ലേശിക്കണ്ടേ തോന്നുന്നു വൈശ്രവണൻ. ആ പഴക്കൊല അവിടെ വെച്ചേക്ക് വൈശ്രവണ. പാപ്പം 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 പാപ്പം. വായോണ്ടൊരു കൂട്ടം കടറുണ്ടാവും. എന്താ എന്താ വൈശ്രവണനാവ? അതവിടെ വെച്ചേക്കോ. അല്ല, ഞാനത് തിരുക്കാഴ്ച വെക്കാൻ കൊണ്ടുപോവാണ്. വൈശ്രവണൻ വല്ലാണ്ട് വിഷമിക്കണ്ടല്ലോ. വൈശ്രവണനെ ഞാൻ സഹായിക്കാം. വൈശ്രവൺ അത്ര ക്ലേശിക്കണ്ട, അവിടെ വെച്ചേക്കോ. വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല വൈശ്രവണ, അത് ഞാൻ കഴിച്ചേക്കാം. അയ്യോ, ഇവിടെ കഴിക്കാനല്ല, അത് അവിടെ തിരുക്കാഴ്ച വയ്ക്കാം. വൈശ്രവണ, അച്ഛന് കൊണ്ട കൊടുത്താലും ഇത് അച്ഛന് കഴിക്കാനുള്ളതല്ല. അച്ഛൻ ഞങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് തരിക ചെയ്യുക. അവിടെ കൊണ്ടുപോയാലേ അവിടെ ശാസ്താവുണ്ട്, സുബ്രഹ്മണ്യുണ്ട്, മറ്റു കിടാങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൂടി കൊടുത്താൽ അതൊന്നും ഒരു ഭാഗ്യം എനിക്ക് കിട്ടുള്ളൂ. വൈശ്രവണൻ അത് ഇവിടെ വെച്ചാൽ അതൊക്കെ എനിക്ക് കഴിക്കായിരുന്നു. വൈശ്രവണ പാപ്പം അവിടെ വെച്ചേക്ക് വൈശ്രവണ. വൈശ്രവണൻ ഈ പഴക്കൊല നടക്കാൻ തന്നെ വയ്യ. നടക്കാൻ വയ്യാത്ത വൈശ്രവണൻ ഈ പഴക്കൊലയും വെച്ചിട്ട് സ്വതേ തന്നെ ഈ സമ്പന്നന്മാരായാത്ത മുമ്പത്തെ പോലെയൊന്നും അല്ല. എന്നെ വീർത്തടങ്ങിയ ഓരോരോ ഭാഗങ്ങളെ സമ്പത്ത് ഉണ്ടാവണതിൻ്റെ ലക്ഷണമാണതൊക്കെ. വൈശ്രവണനും അതെ, ഒട്ടും കുറവല്ല. അങ്ങേപ്പുറത്തും അതെ. എന്താ എന്നെ പറയാത്തതെന്നാണ് ഇരിക്കണ്ടാവുക. ഇങ്ങനെ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ മഹാഗണപതി തുമ്പി ഇങ്ങനെ കുറേശ്ശെ നീട്ടാൻ തുടങ്ങി. വൈശ്രവണ പാപ്പം പാപ്പം. അയ്യോ, വൈശ്രവണ അവിടെ വെച്ചേക്കൂ. വേണ്ട വൈശ്രവണ, അല്ല ഞാൻ നേരെയാക്കാം. ഞാൻ നേരെയാക്കിയിട്ട് മതി, അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ വെച്ചാൽ നേരെയാക്കാം. അല്ല എന്തിനു പറയണു? ഒരു വിധത്തിൽ വൈശ്രവണൻ ആ പഴക്കൊലയും താങ്ങി പിടിച്ച് താങ്ങി ശ്രീ മഹാദേവൻ്റെ മുമ്പിൽ അവിടെ വെച്ചു. പിന്നാലെ ശ്രീ മഹാഗണപതി ഉണ്ട്. ശ്രീ മഹാഗണപതി ആ തുമ്പിയോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ആ പഴക്കൊലയും തൊട്ടില്ല എന്നാവും. അപ്പോൾ വൈശ്രവൻ ഒന്ന് ചാടും. അങ്ങനെയായിട്ട് മഹാദേവൻ്റെ മുമ്പിൽ ആ പഴക്കൊല വെച്ച് താണൊന്നങ്ങോട്ട് തൊഴുതു. സാമാന്യം പോലെ ഒന്ന് തൊഴുതു. തൊഴുത് എന്താ വൈശ്രവണ, വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, വിശേഷമൊന്നുമില്ല. എന്താ വൈശ്രവണൻ അവിടേക്ക് ബന്ധമില്ലാതെ കണ്ട് നോക്കണത്? അല്ല, ഞാൻ ഇവിടെ ഒരു കൊല പഴം വൈശ്രവണൻ കൊണ്ടുവന്ന് വെക്കണത് കണ്ടു. അല്ല, ഇപ്പം കാണാനില്ല. ഇവിടെ വയ്ക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. വൈശ്രവണൻ തൊഴുന്നതിൻ്റെ ഇടയിൽ ശ്രീ മഹാഗണപതി ആ തുമ്പിക്കൈയോണ്ട് ഇടുക പഴക്കൊല കൊണ്ട് ചുറ്റി പിടിച്ചു. തിരുവഡിയിലേക്ക് ആക്കി ചെവിയാട്ടി ഒന്നും അറിയാത്ത പോലെ അവിടെയാണ് നിൽക്കുക. വൈശ്രവണൻ ഒന്ന് നോക്കി. ഒരു ഭാവവ്യത്യാസമില്ലാതെ ഉണ്ട്. ഒരു കൊല പഴം മുഴുവൻ തണ്ടും തൊലിയും ബുഭുക്ഷയുള്ള ക്രാങ്ങളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പഴത്തിൻ്റെ കൊലയുടെ ഒരു തണ്ട ഒന്നിച്ചോ അപ്പം പഴയ പോലെ ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ തൊലിയെന്നെ പറ്റിക്കണവരുണ്ടായിരുന്നു. പഴമൊക്കെ അത്രക്കേ തരാവുള്ളേ. അപ്പോഴോ പഴം നുറുക്ക് വിളമ്പിയാൽ തൊലിയും അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ തണ്ട് തിന്നണ വക എന്ന് പറയാം. കുറ്റല്ല അങ്ങനെ തണ്ട് തിന്ന് തണ്ടനായിക്കാന്നാണ് തോന്നണത്. ഒന്നും അറിയാത്ത ശൈലം എവിടെയാണ് നിൽക്കേണ്ടത്. എന്താ വൈശ്രവണ, വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, വിശേഷമൊന്നുമില്ല.
വൈശ്രവണൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം തുടങ്ങിയല്ലോ ആ സമയത്ത്. സാമാന്യം പോലെ ആഹാരം കൊടുക്കണ്ടാവില്ലേ അല്ലേ? ഇത്ര ബുഭുക്ഷ കൊടുക്കുക വെച്ചാൽ അങ്ങനെയുള്ള വർഗത്തിന് കൊടുക്കണം, ആഹാരം കൊടുക്കണത്. ഒരു ദിവസം ഈ ശ്രീ മഹാഗണപതിയെ അളകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സാമാന്യം പോലെ ഒരു ഭക്ഷണം കഴിപ്പിക്കണം എന്ന് വൈശ്രവണൻ അപ്പം തോന്നിയതാ. ഭഗവാനോട് പറയാതെ കണ്ട് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകാനും പേടിയുണ്ട്. എന്താ വേണ്ടെന്ന് സംശയമായി. എന്താ വൈശ്രവണ, വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, വിശേഷമൊന്നുമില്ല. എന്നാൽ പിന്നെ നാളെ കാണാം. അങ്ങനെയാവാം. എന്നാ വൈശ്രവണൻ അങ്ങനെ ആയിക്കോട്ടെ. വൈശ്രവണൻ പിന്നെയും പോവാനില്ല, മട്ട അവിടെ തന്നെ നിൽക്കുക. വൈശ്രവണൻ എന്താ സംശയിച്ച് നിൽക്കണത്? അല്ല, ചെറിയൊരു തോന്നൽ. എന്താ വൈശ്രവണന് തോന്നണത്? വൈശ്രവണൻ എന്ന് പറഞ്ഞാൽ പിശുക്കനാ. ഇത്ര പിശുക്കന, ഈ സമ്പത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പ് ഈ പിശുക്കൊണ്ടാന്നാണ് പറയുക സാധാരണ. ഈ പിശുക്ക് കാരണം കൊണ്ടുപോയാൽ നാഴിയരി ചിലവാണ്. ഈ ബുഭുക്ഷയുള്ള വകയാകൊണ്ട് നാഴി മതിയാവില്ല, 3 നാഴി പോയാലും പോട്ടെ. എന്നാലും ഒരു നേരം സാമാന്യം പോലെ കൊടുത്തുന്നുണ്ടല്ലോ കഴിക്കാന്നുള്ള ആൾക്ക്. എന്താ വൈശ്രവണ ആലോചിക്കണത്? ഇല്ല, എന്താ വിചാരിക്കണത് എന്ന്? അല്ല, അങ്ങനെ വിചാരിക്കുകയാണ്. അതെ അതെ, എന്താണെന്നാ ചോദിക്കണതേ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല എന്നുള്ളതിന് അങ്ങനെ വിചാരിക്കണ്ടോ? അതല്ല, അങ്ങനെ നിരീക്ഷതാ. എന്താ നിരീക്ഷതെന്നാ പറയൂ, പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ല, വെല്ലുണ്ണി തമ്പുരാൻ. വെല്ലുണ്ണി അല്ല, വേണ്ട. ഇനിയിപ്പോൾ വെല്ലുണ്ണി വേണ്ട പറ്റണതാണോ വൈശ്രവണ? അതങ്ങനെ വേണമെന്ന് വയ്ക്കാനും വേണ്ടാന്ന് വയ്ക്കാനൊക്കെ പറ്റുമോ? അതല്ല, അടിയങ്ങനെ നിരീക്ഷതാ. എന്താ വൈശ്രവണ നിരീക്ഷിച്ചത് പറയൂ. ഇല്ല, വേണ്ട. ഇല്ല, വേണ്ട. ഈ പിശുക്കിൻ്റെ ശക്തി കൊണ്ട് ആ 3 നാഴി ചിലവാവണ്ട, അപ്പോൾ തന്നെ തോന്നുന്നുണ്ടോ വേണം എന്ന് തോന്നുന്നുണ്ട്. വൈശ്രവണൻ പറയൂ. എന്താ വെച്ചാൽ, അല്ല, വെല്ലുണ്ണി തമ്പുരാൻ വെല്ലുണ്ണി തമ്പുരാനെ ഒരു ദിവസം അളകയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു വിരുന്നമറയത്ത് വേണ്ട. വിരുന്നമറയത്ത് വേണ്ടാന്നോ? ആരാ ഇപ്പോൾ വൈശ്രവണനോട് വേണമെന്ന് പറഞ്ഞത്? അല്ല, വേണമെന്ന് പറഞ്ഞിട്ടില്ല, അടിയങ്ങനെ നിരീക്ഷിതാ. കൊണ്ടുപോയിട്ട് ഒരു വിരുന്നമറയത്ത് കഴിപ്പിച്ചാലോ. ഭഗവാന് മനസ്സിലായി. വൈശ്രവണ, വെല്ലുണ്ണിയുടെ ഈ ബുഭുക്ഷ കണ്ടിട്ടാവും വൈശ്രവണ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക അല്ലേ? അതൊന്നും കണ്ട് പരിഭ്രമിക്കണ്ട, അത് അവൻ്റെ ഒരു പ്രകൃത. എന്ത് കഴിച്ചാലും ഈ നിൽപ്പന്നെയാണ്. നോക്കൂ, ഇപ്പോൾ വല്ല ഭാവവ്യത്യാസം ഉണ്ടോ? ഇതേപോലെ തന്നെയാ വൈശ്രവണ. വെളുപ്പാങ്കാലായിട്ട് നേരെ എത്രയിലേ ആയിട്ടുള്ളൂ? പ്രഭാതമായതിൻ്റെ ശേഷം എത്രയില്ലേ ഉള്ളൂ നേരം? എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം. വെല്ലുണ്ണി, ഇവിടെ വരുമോ? ഇവിടെ വരൂ. അച്ഛാ, വിശന്നിട്ട് വയ്യ, പാപ്പം തരൂ, പാപ്പം. മാം മാം. അയ്യോ, ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടു അതിൻ്റെ ഒരു രൂപം. വെല്ലുണ്ണി, എന്തൊക്കെയാണ് ഇന്ന് കഴിച്ചതെന്ന്? പ്രഭാതമായതിൻ്റെ ശേഷം വെല്ലുണ്ണി എന്തൊക്കെയാണ് കഴിച്ചതെന്ന്? അച്ഛാ, അങ്ങനെ പറയാൻ മാത്രം ഒന്നും കഴിച്ചിട്ടില്ല. പറയാൻ മാത്രം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല എന്നല്ല, എന്താ കഴിച്ചതെന്നാ ഞാൻ ചോദിക്കണത്. അച്ഛാ, പാപ്പം തരുമെന്നാ പറയാം. ഇപ്പം കഴിച്ചത് എന്തൊക്കെയാന്ന് പറയൂ. അച്ഛാ, അങ്ങനെ പറയാൻ മാത്രം ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണത് എന്ന്? കേൾക്കട്ടെ, പറയൂ, എന്താ കഴിച്ചത്? അച്ഛാ, പ്രഭാതമായതിൻ്റെ ശേഷം ഞാനൊരു 10,000 കദളിപ്പഴം, പിന്നൊരു 12,000 കൊട്ടത്തേങ്ങ, പിന്നൊരു 12,000 നാഴി അവില്, പിന്നൊരു 12,000 നാഴി മലര്, പിന്നെ എന്താ കഴിച്ചത്? പിന്നെ അപ്പിളും ഇപ്പിളും ഒക്കെ ആയിട്ട് കുറെ കരിമ്പോ അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. കെട്ടായിട്ട് എന്താ മുഴുവൻ അപ്പോൾ ഓർമ്മ തോന്നണില്ല. അച്ഛാ, വിശന്നിട്ട് വയ്യ. അച്ഛാ, പാപ്പം തരൂ അച്ഛാ. ഇതൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഈ വലിയ ഇതിലത്തെ കിടാങ്ങളെ ഒരു കൂട്ടം പഠിപ്പിക്കലുണ്ട്. അത് പണ്ടുണ്ട്, ഇപ്പം മാത്രമല്ല. ആരെങ്കിലും വന്നാൽ ഞാൻ ചോദിക്കുക എന്തൊക്കെയാണ് കഴിച്ചതാന്നുള്ളത്. നല്ല വില പിടിച്ച സാധനങ്ങളുടെ പേര് പറയണം കേട്ടോ. അത്ര കഴിച്ചു എന്ന് പറയണം കേട്ടോ. അവരിങ്ങനെ അത് പറഞ്ഞു കൊടുത്തതോ പഠിപ്പിച്ചതോ ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയും. ഇത് അതിൽ പെട്ട തന്നെയാണ്. ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടു, കണ്ണൊക്കെ വല്ലാതെ കണ്ട് അയക്കണു. വൈശ്രവണ, അത് അവൻ്റെ ഒരു വെല്ലുണ്ണിയുടെ ഒരു പ്രകൃത. അതൊന്നും അത്ര സാരമായിട്ട് കണക്കാകില്ല. വൈശ്രവണം പോയിക്കോളൂ. അല്ല, അടിയൻ അങ്ങനൊരു ആഗ്രഹമുണ്ട്. അത് ഇവിടുന്ന് വിചാരിച്ചാലേ സാധിപ്പിക്കാൻ പറ്റുള്ളൂ. വൈശ്രവണ,
വൈശ്രവണൻ ഇനിയിപ്പോൾ അങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനായിട്ട് മുടക്കണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൈശ്രവൻ വെല്ലുണ്ണി ഒരു ദിവസം അളകയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സൽക്കാരം അല്ലേ അങ്ങനെ വേണമെന്നാണ് അടിയൻ്റെ ആഗ്രഹം. വൈശ്രവണ, ഇവിടെ വെല്ലുണ്ണി മാത്രമല്ല പിന്നെ ഉണ്ട് കിടാങ്ങൾ. ശാസ്താവുണ്ട്, സുബ്രഹ്മണ്യുണ്ട്. ഈ 3 കിടാങ്ങൾ, ആ കിടാങ്ങളുടെ ഇടയിൽ ഈ വെല്ലുണ്ണി മാത്രം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തോന്നുന്നുണ്ടാവുക? നോക്കൂ, മുഖത്തേക്ക് നോക്കിയാൽ തന്നെ കൊണ്ടുപോകാൻ തോന്നും. അങ്ങനെയുള്ള ഈ കിടാങ്ങളെ 2 ഇവിടെ നിർത്തിയിട്ട് വെല്ലുണ്ണിയെ മാത്രം കൊണ്ടുപോകാന്നാണോ നിരീക്കണത്? അത് കേട്ടപ്പോൾ വൈശ്രവണന് സംശയം തുടങ്ങി. ഭഗവാൻ ആഗ്രഹം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടാവും ഈ ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും കൂടി കൊണ്ടുപോകണം എന്നുള്ളത്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈശ്രവണൻ ഇതൊക്കെ ഒരു ചെയ്യണത്. ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രീതി ആവണമെന്നുണ്ടെങ്കിൽ ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ 3 ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. മറ്റവർക്ക് ഓരോരുത്തർക്കും നാഴി. അപ്പോൾ 5 അരിയുടെ ചിലവാണ്. വേണ്ടാക്കിയല്ലേ ഭേദം. പറഞ്ഞ സ്ഥിതിക്കിന് വേണ്ടാന്ന് പറ്റില്ല. എന്താ വൈശ്രവണ? അല്ല, ക്രാങ്ങളെ 3 അടിയൻ കണക്കാക്കിയിട്ടുണ്ട്. വൈശ്രവണ അത്രയൊക്കെ കണക്കാക്കിയിട്ടുണ്ടല്ലേ? അല്ലാണ്ട് ഈ 3 ആളുള്ളതെന്ന് ഒരാളെ മാത്രമായിട്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്രാങ്ങൾക്ക് അത് മനസ്സിനൊരു ക്ലേശം ഉണ്ടാക്കണതല്ലേ? അത് വേണ്ടാന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം വെല്ലുണ്ണി തമ്പുരാൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, ഉള്ളിൽ മറ്റേ ക്രാങ്ങളുടെയും വിചാരിച്ചിട്ടുണ്ട്. വൈശ്രവണ നന്നായി, അതിശായി, അങ്ങനെ തന്നെ വേണ്ട. അപ്പോൾ വെല്ലുണ്ണി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ 3 വൈശ്രവണൻ അളകയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാന്നല്ലേ വെച്ചേക്കണത്? അതെ, അങ്ങനെ തന്നെയാണ് നിരീക്കണത്. വൈശ്രവണ, പാർവതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അളകയിലേക്ക് ഒന്ന് പോവായിരുന്നു, വൈശ്രവണൻ്റെ അവിടേക്ക് ഒന്ന് പോവായിരുന്നു. താമസം തുടങ്ങിയിട്ട് കുറച്ച് കാലമായാലും, എത്രയും കാലമായിട്ട് പോവലുണ്ടായിട്ടില്ല. ഒന്ന് പോവായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. വേണമെങ്കിൽ അതിന് പറ്റിയൊരു അവസരമാണ്. അതും വേണ്ടി വരുമോ? അല്ലെങ്കിലും വൈശ്രവണ, കിടാങ്ങളങ്ങനെ അവർ മാത്രമായിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞയക്കൽ പതിവില്ല, കുട്ടികളെ മാത്രമായിട്ട് പറഞ്ഞയക്കാറില്ല. അപ്പോൾ പാർവതിക്ക് ഇങ്ങനൊരു താല്പര്യം എന്നോട് ഇങ്ങനെ പറയാറുള്ള സ്ഥിതിക്ക് വൈശ്രവണൻ എന്താ നിരീക്കണമെന്ന് വെച്ചാൽ വൈശ്രവണൻ്റെ യുക്തം പോലെ ആവാം. ഞാൻ പറഞ്ഞു നിരീക്ഷിച്ചിട്ട് വേണ്ട. അദ്ദേഹത്തിനപ്പോൾ ദേവിയും കൂടിയും വേണമെന്ന് കണക്കാക്കിയിട്ടാവും. ആയിക്കോട്ടെ. കിടാങ്ങളെ മാത്രം അടിയൻ കൊണ്ടുപോകണമെന്ന് അങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല. ദേവിയും വേണം തന്നെയാണ് അടിയൻ ആദ്യം തന്നെ കണക്കാക്കിയേക്കണത്. വൈശ്രവണൻ മുമ്പേ തന്നെ പാർവതിയെ കൂടിയും കണക്കാക്കിയിട്ടുണ്ടോ? അത് അടിയൻ ആദ്യം തന്നെ കണക്കാക്കിയിട്ടുണ്ട്. വൈശ്രവണ, അപ്പോൾ വെല്ലുണ്ണി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, പാർവതി അവരെ 4 വൈശ്രവണൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ മേപ്പെട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. എനിക്കിപ്പോൾ വൈശ്രവണൻ്റെ അവിടേക്ക് വരണോണ്ട് വൈഷമ്യൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു നിരീക്ഷിച്ചിട്ട് വൈശ്രവണൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങൊന്നും വേണ്ട. അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നേ 3 ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൂ, 4 നിരീക്ഷിച്ചിരുന്നുള്ളൂ. അത് ബുഭുക്ഷക്കാരനാവുകൊണ്ട് 3 കണക്കാക്കിയതാ. അദ്ദേഹത്തിന് സന്തോഷമാവാനല്ലേ. എന്താ വൈശ്രവണ? അല്ല, എഴുന്നള്ളത്ത് വേണേ. എഴുന്നള്ളത്തില്ലാതെ കണ്ട് പിന്നെ കിടാങ്ങളെ മാത്രം ദേവിയായിട്ട് കൊണ്ടുപോകണം അടിയിൽ നിരീക്ഷിച്ചിട്ടില്ല. എഴുന്നള്ളത്ത് എങ്ങനെയായാലും വേണം, അത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അപ്പോൾ വൈശ്രവണൻ എന്നെയും കണക്കാക്കിയിട്ടുണ്ടോ? അത് ആദ്യം തന്നെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ, പാർവതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, വെല്ലുണ്ണി, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും വേണം തന്നെയാണോ വൈശ്രവണൻ നിരീക്കണത്? അടിയൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കണത്. വൈശ്രവണ, ഓരോന്ന് വായ വിളിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ എവിടേക്കെങ്കിലും പോകണുണ്ടെങ്കിൽ ഇവരൊക്കെ പിന്നാലെ പുറപ്പെടും, ഈ ഭൂതഗണങ്ങൾ. അപ്പോൾ അവർ എങ്ങനെയാണ് നിരീക്കണത്? വൈശ്രവണൻ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ. അല്ല, എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ വേണമല്ലോ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഭൂതഗണങ്ങളെയും വൈശ്രവണൻ കണക്കാക്കിയിട്ടുണ്ടോ? അത് അടിയൻ ആദ്യം തന്നെ കണക്കാക്കിയിട്ടുണ്ട്, മുമ്പേ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂതഗണങ്ങൾ, ഞാൻ, പാർവതി, കിടാങ്ങൾ, അത്ര തന്നെയല്ലേ ഉള്ളൂ.
അപ്പോൾ അവരൊക്കെ വേണം തന്നെയാണ് നിരീക്ഷിച്ചേക്കണത്. വൈശ്രവണ ആലോചിച്ചിട്ട് മതി കേട്ടോ. ഞാൻ പറഞ്ഞു നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ പുറപ്പെട്ടാൽ ഒരു പക്ഷേ ദേവകൾ പുറപ്പെടാൻ വിരോധമില്ല. കാരണം ഞാനാവുക വൈശ്രവണൻ്റെ അവിടേക്ക് ആവുക. അങ്ങനെ ആവുമ്പോൾ ഒരു പക്ഷേ അവർ പുറപ്പെട്ടാൽ വേണ്ടേ, ഇതാ പുറപ്പെടണ്ട കേട്ടോ, നിങ്ങളൊന്നും കൂടെ പോരണ്ട എന്ന് പറയാൻ എനിക്കും കുറച്ച് വിഷമമുണ്ട്. എന്താ വൈശ്രവണൻ വല്ലതും നിരീക്കണ്ടോ? അത് പിന്നെ കൂടാണ്ട് കഴിയില്ലല്ലോ. എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ ദേവകളൊക്കെ വേണം. വൈശ്രവണൻ അത് മുമ്പേ തന്നെ നിരീക്ഷിച്ചു. അത് അടിയൻ ആദ്യം തന്നെ കണക്കാക്കിയിട്ടുണ്ട്, ദേവകളെല്ലാവരും വേണം എന്നുള്ളത്. അപ്പോൾ വൈശ്രവണ ദേവകൾ പുറപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ അസുരകളും പുറപ്പെടാൻ വിരോധമില്ല. എനിക്ക് ആ ദേവകൾ അസുരകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടായിട്ട് കാണൽ പതിവില്ല. അവർ പുറപ്പെട്ടാൽ അപ്പം എങ്ങനെയാണെന്നാണ് നിരീക്കുന്നത് വൈശ്രവണൻ? ദേവകളുമുണ്ട് അസുരകളും പുറപ്പെട്ടതല്ലേ, ഇനി പിന്നെ നേരെ ആവല്ലേ വേണ്ടത്. റാൻ എന്താ വൈശ്രവണ, അസുരകൾ വേണേ. അപ്പം അസുരകളെയും അളകയിലേക്ക് കൊണ്ടുപോകണം ക്ഷണിക്കണം തന്നെയാണോ വൈശ്രവണൻ നിരീക്ഷിക്കണത്? അത് ആദ്യം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടോ? വൈശ്രവണ ആലോചിച്ചിട്ട് മതി, ഒന്ന് നല്ലോണം ഇരുന്ന് ആലോചിച്ചോളൂ. ദേവകൾ 33 കോടിയുള്ളൂ, അസുരകൾ 66 കോടി അസുരകളുണ്ട്. ഈ 66 കോടി അസുരകൾ, 33 കോടി ദേവകൾ, ഭൂതഗണങ്ങൾ, ഞാൻ, പാർവതി, കിടാങ്ങൾ, ഇത്രയൊക്കെ ആയിട്ട് അളകയിലേക്ക് അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വൈശ്രവണ അതിന് നല്ലൊരു ചിലവ് വരണതാണ്. നല്ലോണം ഒന്ന് ആലോചിച്ച് അതിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ മാത്രം മതി കേട്ടോ. അല്ല, ഏത് കവിഞ്ഞാൽ ത്രൈലോക്യവാസികളൊക്കെ ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അതിനിടയിൽ ഞാൻ അതിന് കണക്കാക്കിയിട്ടുണ്ടോയെന്ന് അത് കേട്ടപ്പോൾ ഭഗവാന് തോന്നി, അമ്പടാ ഗർവല്ലേ അവൻ്റെ. ത്രൈലോക്യവാസികളെല്ലാവരും വന്നാലും അതിന് സന്നദ്ധനാണ് അവൻ എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ഒന്ന് മനസ്സിൽ അപ്പം തന്നെ കണക്കാക്കിയിട്ടുണ്ട്, എൻ്റെ അഹങ്കാരം ഒന്ന് നേരെയാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ വൈശ്രവണ ഇങ്ങനെ ത്രൈലോക്യവാസി ഭൂതഗണങ്ങൾ, കിടാങ്ങൾ, പാർവതി, ഞാൻ, ദേവകൾ, അസുരകൾ, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് വൈശ്രവൻ്റെ അവിടേക്ക് ഒരു ദിവസം കൊണ്ടുപോകണമെന്നാണ്, ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്നാണ് നിരീക്കണത് അല്ലേ? അപ്പോൾ അടേന അങ്ങനെ തന്നെയാണ് വിചാരിക്കണത്. വൈശ്രവണ ഞാൻ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏൽക്കണ്ട. അളകയിൽ പോയി രാജധാനിയിൽ പോയിട്ട് ആലോചിക്കാനുള്ള ആളുകളോടുകൂടി ആലോചിച്ച് വേണമെന്ന് തോന്നുകയാണെച്ചാൽ മാത്രം മതി. അല്ല വേണ്ടാക്കി വെച്ചാൽ എനിക്കൊരു ആലോചിക്കുള്ളതല്ലേ വൈശ്രവണൻ, യുക്തം പോലെ ചെയ്യാം. എന്താ വൈശ്രവണ? അല്ല ഇനിയിപ്പോൾ ആലോചിക്കാൻ പ്രത്യേകിച്ച് ആരോടും ആലോചിക്കേണ്ടതില്ല, ഞാൻ നിശ്ചയിക്കൽ കഴിഞ്ഞു, വേണം തന്നെയാണ് നിരീക്ഷിക്കണത്. അപ്പോൾ വൈശ്രവണ എന്നാണ് ദിവസം കണക്കാക്കിയിട്ടുണ്ടോ? വൈശ്രവണൻ ദിവസം ഏകദേശം കണക്കാക്കി നോക്കി. ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ സദ്യ, അത് കേമായിട്ടുള്ള സദ്യ വേണം, പഴം വേണം. അപ്പോൾ പഴം ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള പഴം വിളമ്പാൻ പാകത്തിനുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് വെട്ടിയാൽ തന്നെ തരാവുള്ളൂ. അപ്പോൾ ഇന്ന് വെട്ടിയാൽ 10-ാം ദിവസം ആകുമ്പോഴേക്കും അത് പഴുത്ത് വിളമ്പാറാവാൻ 10 ദിവസം വേണം. റാൻ എന്താ വൈശ്രവണ? ഇന്നൊക്കെ 10-ാം ദിവസം എന്നാണ് അടിയനൊന്ന് മനസ്സിലിങ്ങനെ ഞാനൊന്ന് മനസ്സിലിങ്ങനെ കണക്കാക്കിയത്. അപ്പോൾ വൈശ്രവണ ഇന്നേക്ക് 10 അല്ലേ? അതെ ഇന്നേക്ക് 10. വൈശ്രവണൻ അപ്പോൾ ഒന്നും കൂടി ഉറപ്പിക്കില്ലേ? ഉറപ്പിക്കാൻ ഇനി ഇളക്കില്ല, മാറ്റില്ല. അപ്പോൾ ത്രൈലോക്യ ദേവകൾ, അസുരകൾ, ഭൂതഗണങ്ങൾ, ഞാൻ, പാർവതി, കിടാങ്ങൾ എല്ലാവരും കൂടിയിട്ട് വൈശ്രവണൻ്റെ അവിടെ അളകയിലേക്കൊരു ദിവസം വന്ന് അവിടെ ഭംഗിയായിട്ടൊരു ഭക്ഷണം, അങ്ങനെയല്ലേ ഇപ്പം നിരീക്കണത്? അതെ അങ്ങനെ തന്നെയാണ് നിരീക്കണത്. ദിവസം ഇന്നേക്ക് 10-ാം ദിവസം. അങ്ങനെ ആയിക്കോട്ടെ, നന്നായി. വൈശ്രവണ എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാം, ഇവിടം കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യാതൊരു വിഷമമില്ല. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഒരാലോചിക്കില്ല. അതോ ഇല്ല വേണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ ആവട്ടെ വൈശ്രവണ. ഒക്കെ ഭംഗിയാവട്ടെ, നാളെ കാണാം. വൈശ്രവണൻ അങ്ങോട്ട് തിരിഞ്ഞേ ഉള്ളൂ, പുറപ്പെട്ടു ഒരാൾ. ശ്രീ മഹാഗണപതി. വൈശ്രവണ 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 വൈശ്രവണൻ്റെ ഉള്ളിൽ ആകെ ഒരു ആദ്യ കയറൽ കഴിഞ്ഞേക്കണേ. 3 അരിയാണ് കണക്കാക്കിയേക്കണത്.
അത് വലുതായി 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 ത്രൈലോക്യവാസികളെ മുഴുവനാ പക്ഷെ അടിച്ചേക്കണത്. ഈശ്വര, ഇതെവിടെ കൊണ്ടുപോയിട്ടൊക്കെയാണ് അവസാനിക്കാന്ന് വെച്ചില്ല. എന്തായാലും തുടങ്ങിയത് ഭംഗിയാവണം എന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ചിന്ത കാരണം ആദ്യം ഈ ശ്രീ മഹാഗണപതി വിളിച്ചതൊന്നും കേട്ടില്ല. വൈശ്രവണ വൈശ്രവണ, അപ്പോഴാണ് തലയും കാട്ടിയിട്ട് വൈശ്രവണ എനിക്ക് മാം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ലേ ശേഷമുള്ളവൻ അനർത്ഥായത്. വൈശ്രവണ അന്നേക്ക് 10-ാം ദിവസമാണല്ലേ? അതെ. എന്നാ വൈശ്രവണ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടാലോ? വേണ്ട 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 അപ്പാ പുറപ്പെടണ്ട. വൈശ്രവണ എനിക്ക് മാം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് ഉത്സാഹം ഇങ്ങോട്ട് തുടങ്ങിയാലേ വൈശ്രവണനെ സഹായിക്കാൻ ഒരാൾ ആയിട്ട് നല്ല ഉത്സാഹവും ഈ തരത്തിനെയും കൊണ്ട് പോയാലേ. പരിങ്ങ കിടന്നിട്ട് അങ്ങടാ വേണ്ടത് ഇങ്ങടാ വേണ്ടത്. ഒരു കൊല അകത്താക്കിയതിൻ്റെ ശേഷമാണ് അപ്പോഴത്തെ ഈ പരിങ്ങല്. ഇനി അവിടെ കൊണ്ടുപോയി എന്തൊക്കെയാവോ വേണ്ടിവരാന്ന് വെച്ച് വെല്ലുണ്ണി തമ്പുരാൻ അത് ഇന്നല്ല, ഇന്നേക്ക് 10-ാം ദിവസമേ ആയിട്ടുള്ളൂ. അല്ല വൈശ്രവണ ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോരാമെന്നാണ് ഇരിക്കണത്. ഞാൻ ഇരിക്കണത് ഇപ്പോൾ വേണ്ടാന്നാ. അല്ല വൈശ്രവണ ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോരാം. അത് ശ്രീ മഹാദേവൻ കേട്ടു, ഭഗവാൻ എന്താ ഇവിടെ വെല്ലുണ്ണി, എന്താ ഇവിടെയെന്ന്? അല്ല അച്ഛാ ഞാനേ വൈശ്രവണൻ്റെ അവിടേക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് പോയാലോ എന്ന് നിരീക്കുക. അങ്ങനെ നിരീക്കണ്ട, ഇപ്പം പോണ്ട. ഇന്നൊന്നുമല്ല, അത് ഇന്നൊക്കെ 10-ാം ദിവസമേ ആയിട്ടുള്ളൂ. വെല്ലുണ്ണി ഇങ്ങോട്ട് പോരൂ. അതെ അതെ, വല്ലവരും വല്ലതും തരാമെന്ന് പറഞ്ഞാൽ അത് മുടക്കം ചെയ്യും. വെല്ലുണ്ണി ഇവിടെ പറഞ്ഞത് ഇവിടെ പോരാൻ. ഈ മഹാഗണപതി ഇവിടെ വിളിച്ചു. വൈശ്രവണ പോയിക്കോളൂ. വൈശ്രവണൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. വൈശ്രവണൻ പോകുമ്പോൾ മനസ്സിൽ മുഴുവൻ എന്താണ്, അയ്യോ ഇതൊന്നും നേരെയാക്കണമല്ലോ. സാധാരണ കൈലാസത്തിൽ നിന്ന് പോയാൽ ഭഗവത് ദർശനം കഴിഞ്ഞ് അളകയിലെത്തി കഴിഞ്ഞാൽ ഭക്ഷണം എന്താ വെച്ചാൽ കഴിക്കുക, അതാണ് സാധാരണ പതിവ്. അന്ന് അത് വേണം തന്നെ തോന്നിയിട്ടില്ല. കാരണം ഈ പരിഭ്രമത്തിൻ്റെ ശക്തി കൊണ്ട് വേഗം ആളുകൾ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്നാന്നിരിക്കണത്. അങ്ങനെ നിന്നാൽ പറ്റില്ല. അവിടെ അങ്ങനെ പ്രതി പോയിക്കൂ. ഞാനൊരു വലിയൊരു ചുമതലയും ഏറ്റിട്ടാണെന്ന് പോന്നേക്കണത്. ഭഗവത് ദർശനം കഴിഞ്ഞ് അവിടുന്ന് പോരാറായപ്പോൾ ഞാൻ ഭഗവാന്റെ മുമ്പിൽ വെച്ച് വാക്ക് പറയൽ കഴിഞ്ഞിട്ടുണ്ട്. ത്രൈലോക്യവാസികളെ മുഴുവൻ ഒരു ദിവസം അളകയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഭംഗിയായിട്ട് ഒന്ന് സൽക്കരിക്കണം എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. അത് ഇനി മാറ്റാൻ പറ്റൂല, ഇനി വേണ്ടാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അത് ഇന്നേക്ക് 10-ാം ദിവസമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമം കൊണ്ട് അത് ഭംഗിയാക്കി തീർത്ത് തരണം. എല്ലാവരുടെയും ശ്രമം വേണം. എന്താ ആലോചിക്കണത്? നിങ്ങളെല്ലാവരും കൂടിയാലേ ഇതൊന്ന് ഭംഗിയായിട്ട് മുമ്പാകം പോകാൻ പറ്റുള്ളൂ എന്നാ. അല്ല, ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധന്മാരാണ്. സന്നദ്ധന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഏതാച്ചാൽ അവരവരെ ഏൽക്കുക. ഏതാ ചെയ്യാൻ പറ്റുക, ഏതാ ചെയ്യാൻ പറ്റുകയെന്ന് മുഖത്ത് നോക്കി അറിയാണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരേ ഏൽപ്പിച്ചിട്ടും കാര്യമില്ല. നല്ല പ്രാപ്തന്മാരായിട്ടുള്ള ആളുകളെ ഓരോരുത്തരെയും ഓരോരോ ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു. ഓരോരോ പ്രവൃത്തികൾ. ചില ആളുകൾ എന്താ കിടന്ന് പരിഗണത്? നിനക്ക് എന്താ പറ്റുക, എന്ത് ചെയ്യാനാ പറ്റുകയെന്ന് ചെലുത്താൻ. അതിൻ്റെ പരിഭ്രമം തുടങ്ങിയെന്നുള്ളത് മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. നേരെയാക്കാം, ഒക്കെ ഉണ്ട്, ശരിയായിട്ടുണ്ട്. ഇതൊന്ന് കൂടിയാലോചന കഴിഞ്ഞിട്ടാവാന്നാണ് ഇരിക്കണത്. ഏത് ഭാരം ഏൽക്കാൻ പറ്റുക? അരിയുടെ ഭാരം അങ്ങോട്ട് എങ്ങനെ അയച്ചൂടെ? അതാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ത്രൈലോക്യവാസികൾ മുഴുവനുണ്ട്. അവർക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള അരി ഇവിടെ സംഭരിക്കാൻ പറ്റില്ലേന്ന് നല്ലോണം ആലോചിച്ചിട്ട് മതി. തലയിൽ കൈ വെച്ച് ആലോചിക്കുക, എങ്ങനെയാ വെച്ചാൽ ആലോചിക്കണോണ്ട് വിരോധമില്ല. അത് നല്ല അരിയാവണം, നല്ല അരി വേണമെന്ന്. അല്ലാതെ കണ്ട് ഗന്ധമുള്ള അരിയൊന്നുമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് നേരെയാവണതല്ല. അങ്ങനത്തെ അരി കിട്ടാനും വിഷമമാണ് അല്ലേ? പഴയ തരത്തിലുള്ള അവിടെ കണ്ട് വിളമ്പിയാൽ ഇവിടുന്ന് നീട്ട് ഓടണ വകയുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊന്നും കിട്ടാതെ കണ്ടായിരുന്നു. നല്ല അരിയാണ്. അങ്ങനത്തെ അരി വേണമെന്നുണ്ടെങ്കിൽ കാലയെ കൂട്ടി അവിടെ പോയിട്ട് പറയേണ്ടി വരും, അങ്ങനെയാക്കി കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ആ അരി നല്ല അരി, അരിയുടെ ഭാരം ഏൽപ്പിച്ചു. അതേപോലെ പലവ്യഞ്ജനത്തിൻ്റെ കാര്യം, അതേപോലെ നെടുമ്പരയുടെ കാര്യം, ദഹനക്കാരെ അവരെ ഏൽപ്പിച്ചു. പണ്ട് അതുണ്ടായിരുന്നില്ല. ഇപ്പം ശ്രമക്കാരെ വേറെ പറയണം.
പണ്ട് ശ്രമക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ശ്രമക്കാർ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ വേണം കേട്ടോ. ഈ ചിലപ്പോൾ ഇത്തിരി പരിഭ്രമം കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട്. എന്താ തോന്നണത്? എനിക്കിങ്ങനെ ഞാൻ കുറച്ച് ദിവസമായി ഒന്ന് ചിലപ്പോൾ അവർക്ക് മുഷിഞ്ഞാലും ബാക്കിയുള്ളവരുടെ കാര്യം നേരെയാവുമല്ലോ എന്ന് ചോദിച്ചിട്ടാ കഴിക്കാൻ നേരം കിട്ടില്ല. അതിന് മുമ്പ് മറ്റത് കൊണ്ടുപോകുന്നു. അത്ര പരിഭ്രമം. അവർക്ക് പോവാൻ വൈകിട്ടാ ഈ ശ്രമക്കാരൊക്കെ. ഇതൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ പോവാൻ. അതുകൊണ്ട് കാര്യം ഒന്ന് ശ്രമിച്ചാൽ അതും കൂടി ഒന്ന് നേരെ ആക്കിയാൽ കുറേയും കൂടി സുഖം ഉണ്ടാവും എന്നാണ് തോന്നണത്. അങ്ങനെയുള്ള അത് ഏൽപ്പിക്കുമ്പോൾ ഒന്ന് കാലേ കൂട്ടി പറഞ്ഞേക്കൂട്ടോ. അന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും പറഞ്ഞാൽ മതി. അവരോടൊന്ന് മനസ്സിലെത്തിയിട്ട് മതി. നാളത്തെയും കൂടിയും തരാമെന്ന് പറഞ്ഞാൽ അവർ സന്തോഷമാവും എന്നാ തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകളെ വേണം ഏൽപ്പിക്കാനോ. അല്ല, വിളമ്പൽ കേമാണേ, അത് പറയാണ്ടിരുന്ന പറ്റില്ല. ഇത്രയും ഭംഗിയായിട്ട് വിളമ്പണ ഒരു കൂട്ടരുണ്ടോയെന്ന് സംശയമാണ്. അങ്ങനത്തെ ഒരു എന്നെ ഇല്ലേ ഏൽപ്പിക്കണത്. അതെ, അവരുടെ ഭാരം ഏറ്റില്ലേ? അവരുടെ ഭാരം ഏറ്റു. അതേപോലെ എഴുന്നള്ളത്തൊക്കെ ആവുമ്പോൾ നേരം പോവാൻ ചില വഴികൾ വേണം. ചില സംഗീതമോ അല്ലെങ്കിൽ ചില മേളോ ചില നൃത്തമോ അതിൻ്റെ ഭാരമൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ മതി. അതായിരിക്കണം. അത് സന്തോഷമാണ് അതിന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽക്കാനും വിരോധമില്ല. അദ്ദേഹം ഏൽപ്പിച്ചാലോ വരണ ആൾക്ക് അതിലും സന്തോഷമാണ്. ഒരു തരത്തിലും അവിടുന്ന് പുറപ്പെട്ടാൽ ഇവിടെ തിരിച്ചവിടെ എത്തുന്നത് വരെ ക്ലേശം ഉണ്ടാവരുതെന്ന് അദ്ദേഹം പറയാറ്. ഇപ്പോഴും പറയലുണ്ടായിട്ടുണ്ട്. ഒരു ഞെരുക്കുണ്ടാവരുത്. എങ്ങനെയാണ് വരാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ വന്നോളാനാണ്. പക്ഷേ ഓരോ ദിക്കിലേക്ക് വരുമ്പോഴൊക്കെ ചില നിയമങ്ങളുണ്ട്. അതിനനുസരിക്കാതെ കൊണ്ട് വന്നാൽ ഇയാൾ ഇത്ര വലിയ ഊറ്റക്കാരനായില്ലോ എന്നിരിക്കും. അതിനുള്ള ഇടവർ അതിനൊന്നും നിരീക്ഷിച്ചിട്ടില്ല. അപ്പം ഓരോരുത്തരെയും ഓരോരോ ഭാരങ്ങൾ ഏൽപ്പിച്ചു. എന്താ പറ്റിയ പരിഭ്രമിക്കാനുള്ള ആളാണ്. അതിനും ചില ആളുകൾ വേണം. ഓരോരുത്തരെയും ഭാരങ്ങൾ ഏൽപ്പിച്ചു. ഇത്രയും കഴിഞ്ഞു. എല്ലാവരും പോകേണ്ട ആളുകൾക്ക് പോവാം. അതാത് പ്രവൃത്തികൾ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും വൈശ്രവണൻ അളകയെന്ന കൈലാസത്തിൽ പോവുക. ഭഗവത് ദർശനം വേണ്ടാന്നെങ്കിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. അവിടെ ചെല്ലും, ഭഗവാനെ കാണും, വന്ദിക്കും. എന്തായി വൈശ്രവണൻ? ശ്രമങ്ങൾ തുടങ്ങിയോ? ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ. ഇല്ല, എന്താ വേണ്ട വെച്ചാൽ അവിടെ വന്ന് അറിയിച്ചോളാം. എന്നാൽ അങ്ങനെ അവിടെ വൈശ്രവണൻ പുറപ്പെട്ടാൽ പിന്നാലെ ശ്രീ മഹാഗണപതി പുറപ്പെടും. ശ്രീ മഹാഗണപതി പുറപ്പെട്ടാൽ അത് ഭഗവാൻ വേണം അത് തടയാൻ. വെല്ലുണ്ണി പോവാൻ വരട്ടെ. എപ്പോൾ വേണ്ട? വേണ്ട. അപ്പം അച്ഛനത് മുടക്കാൻ നിൽക്കും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങി തുടങ്ങി. ഇവിടെയോ നെടുമ്പരയുടെ ആളുകൾ വന്നിടങ്ങി. കേമായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിനുള്ളതാ? എഴുന്നള്ളത്ത് വന്നാൽ ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാ. കുലുക്കം കുറച്ചധികമാണ്. ഇത് ഇത്തിരിയും കൂടിയും ഇവിടങ്ങളിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി അധികം നിഷ്കർഷയുണ്ടെന്നൊക്കെയാണ് ഞാൻ. അല്ല, മോശമുണ്ടായിട്ടല്ല, എന്നാലും നിൽക്കുമ്പോൾ ഒരു സുഖല്യായി ഉണ്ട്. ഇത് വീഴോ എന്നൊരു പരിഭ്രമം. അതേപോലെ ഇവിടേക്ക് ചിലപ്പോൾ കയറാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുക നല്ലത്. ഇതിൻ്റെ അത് ഇവിടെ കൊണ്ടുപോയിട്ടേക്കണത് ഇല്ലായല്ല, ഞാനത് ശ്രദ്ധിക്കായി. അതൊന്നും അങ്ങോട്ട് ഇടിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനി അവിടുന്ന് വല്ലവരാണോ കയറി വരുന്നത് വെച്ചാൽ ഇത് അവിടേക്ക് ഇടാൻ മറക്കരുത്. ഇതിന് ഇത്രയൊക്കെ ചിലവാക്കാച്ചാൽ അവിടെയും കൂടി ഒന്ന് ഇടിയിക്കായിരുന്നില്ലേ. ഇനി ഇവിടെ സമ്പത്തില്ലാന്നിരിക്കണ്ട. ഇത് നേരെയാവാൻ വേണ്ടിയിട്ട് എന്ത് ചിലവും ആക്കണോണ്ട് വിരോധമില്ല. അത് അനാവശ്യം അതിന്ന് ചിലവർ പറ്റിക്കാനുള്ളവരുണ്ടാവും കേട്ടോ. അത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സമയത്താണ് ചില ആളുകൾ കണക്കെഴുത്തിൽ അങ്ങനെ പറ്റിക്കണ ആളുകൾ ധാരാളം ഉണ്ടാവും. അത് അങ്ങനെ വല്ലതും ഉണ്ടായി എന്ന് കേട്ടാൽ ഈ ചെറിയൊന്നും ആവില്ല. പിന്നെ ഇവിടെ ഇരുന്ന് ചെറിക്കാൻ തരാവുന്നില്ല. വൈശ്രവണൻ പിശുക്കനാണെങ്കിലും വിരോധമില്ല. അവിടേക്ക് നല്ല നിഷ്കർഷയുണ്ട്. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞിറങ്ങി അവിടേക്ക് എന്ത് ദഹണപ്പരയുടെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ അവിടെ സ്വത്തെ പറഞ്ഞാൽ വൈശ്രവണ്ണ ഒന്നിൻ്റെയും ഗുണദോഷമില്ല. പിശുക്ക് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇതൊക്കെ എന്താ? അത് അടുപ്പ് ഇത്ര വലിയതോ? ഇതൊക്കെ എന്താ ഇതിൻ്റെയൊക്കെ കുഴി? ഇത്ര വലുതൊന്നും ആവണ്ട. ഇതൊന്ന് ചെറുതാക്കുക. ഇത് കത്തി മേപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ വിറക് എത്ര ചിലവാകുമെന്നാണ് ഇരിക്കണത്.
അല്ലേ അത് ഒരാൾക്കും രണ്ടാൾക്കുള്ള ഭക്ഷണം പോരല്ലോ, ത്രൈലോക്യവാസികൾക്കുള്ള മുഴുവൻ ഭക്ഷണം. അത് വലിയ വലിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ ഇത്രയൊക്കെ വലിയ അടുപ്പുണ്ട്. ആ ആ ആ ആ എന്നാലും കഴിച്ചൂടാ. ഇതെന്താ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണം ചെറുതാ. ആ എന്നാ ഇതും അതുപോലെ തന്നെ മതിയായിരുന്നില്ലേ? അല്ല ഇത് വലിയ ചെമ്പൊക്കെ വയ്ക്കാനാണ്. ഇത് വെറിയ ചെറിയ ഉരുളികൾ അങ്ങനെയുള്ളതൊക്കെ വയ്ക്കാൻ. ഓ നന്നായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഗുണദോഷങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും പല വ്യഞ്ജനങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ചേന, കായ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് കൂടെ അരി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് വൈശ്രവണൻ്റെ കണ്ണെത്തുന്നുണ്ട് കേട്ടോ, എല്ലാ ദിക്കിലും എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും പതിവായിട്ട് വൈശ്രവണൻ കൈലാസത്തിൽ പോയി ഭഗവത് ദർശനം വേണ്ടാന്നെങ്കിലും ഉണ്ടായിട്ടില്ല. തലേ ദിവസമായി വൈശ്രവണൻ പിടുത്ത ശ്രമങ്ങൾ തുടങ്ങി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ദഹനക്കാരൊരു കൂട്ടം അവിടെ ദഹനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നോക്കി എന്തായി ഉണ്ട്. നാളെ ആയിട്ടോ, നാളെ ആണല്ലോ ഒന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ആയിക്കോട്ടെ, ഭംഗിയാവണം. ഭംഗിയാവണം തന്നെയാണ് നിരീക്ഷിക്കുന്നത്. ആർക്കും ഒരു ക്ലേശം ഉണ്ടാവരുത് ഇവിടെ വന്നാൽ. ഇല്ല, ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഭാഗത്തിനൊക്കെ വട്ടം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ ഇതെന്താന്ന്? ചേന. ഇതിപ്പോൾ എന്തിനാത്? ഇത് വറക്കാനുള്ളതാ. ഇതിങ്ങനെ തൊലിച്ചെത്തണോ? അയ്യോ അവനവൻ്റെ അല്ലല്ലോ അല്ലേ, മറ്റവൻ്റെ അല്ലേ. അതങ്ങനെ കണ്ട് ചെത്തി പോണ പോക്ക് ഇങ്ങോട്ട് കണ്ടാലേ എന്തിനത് ദ്രവ്യം കൊടുത്ത് മേടിക്കണതാ. ആ തോലൊന്നും അങ്ങനെ കളയണ്ട. തോല് കളയാണ്ട് ഇങ്ങോട്ട് വറുത്ത കൊണ്ട് ഒരു വൈഷമ്യമുണ്ട് തോന്നണില്ല. തോല് കളയാണ്ടവർക്ക് അല്ല പാകൈ. അല്ലെങ്കിൽ തോല് കളഞ്ഞിട്ടില്ലെങ്കിൽ ചൊറിയും. ചൊറിയോ? അത്രയല്ല, ഒന്നുമില്ല, ഗുണദോഷമൊന്നുമില്ല, ഒക്കെ ഉണ്ടാകുന്ന അടിക്കലേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു കൈലാസത്തിലെത്തി ഭഗവാനെ വന്ദിച്ചു. വൈശ്രവണ നാളെ അല്ലേ? നാളെ ആവശ്യങ്ങൾ വല്ലതും ഇല്ല പ്രത്യേകിച്ച്. അങ്ങനെ ആയിക്കോട്ടെ, വൈശ്രവണൻ ഇവിടെ അധികം നേരം നിൽക്കണ്ട. അവിടെ ആവും ആവശ്യം ഉണ്ടാവുക, അളകയിലെത്തിയിട്ടാവും ആവശ്യം ഉണ്ടാവുക. എന്നാൽ അങ്ങനെ ആവട്ടെ. വൈശ്രവണൻ ഇങ്ങോട്ട് നടന്നു. വൈശ്രവണം നടന്നപ്പോഴേക്ക് മറ്റേ ആൾ അവിടെ ഇങ്ങനെ ചെവിയായിട്ട് ഇങ്ങനെ, വൈശ്രവണ പതുക്കെ പറഞ്ഞോളൂ വൈശ്രവണ അച്ഛൻ കേൾക്കണ്ട. വെല്ലുണ്ണി തമ്പുരാൻ പതുക്കെ പറയൂ, അച്ഛൻ കേൾക്കും. ഞാൻ വെല്ലുണ്ണി തമ്പുരാൻ ഇപ്പം എവിടേക്കാണ് എഴുന്നള്ളത്? വൈശ്രവണ ഞാൻ വൈശ്രവണൻ്റെ അവിടേക്ക് തന്നെയാണ് വരുന്നത്, അളകയിലേക്ക് തന്നെയാണ് ഇന്നല്ല നാളെയാണ്. അതേ വൈശ്രവണ, ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ശ്രമം ഇങ്ങോട്ട് തുടങ്ങിയാലേ, ഒരറ്റത്തുനിന്ന് ശ്രമം തുടങ്ങിയാൽ ഞാൻ ഉണ്ടാക്കിയോടത്തോളം പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ വേണ്ടിയുള്ളൂ. അല്ല വൈശ്രവണ അല്ല വെല്ലുണ്ണി തമ്പുരാൻ അടിയൻ്റെ കൂടെ ഇന്ന് തന്നെ ഉണ്ടെന്നാ പറയാ. വെല്ലുണ്ണി എന്നാ പോണ്ട. ഞാൻ അപ്പളും വൈശ്രവണനോട് പറഞ്ഞതാ പതുക്കെ പറഞ്ഞാൽ മതി എന്നുള്ളത്. ഇത് ഉറക്കെ പറഞ്ഞിട്ടല്ലേ അച്ഛൻ കേട്ടത്. വെല്ലുണ്ണി ഇവിടെ വരൂ. ശ്രീ മഹാഗണപതി ഇങ്ങോട്ട് മടക്കി വിളിച്ചു. വൈശ്രവണൻ നടന്നോളൂ. വൈശ്രവണൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. വൈശ്രവണ വന്നു. ഇതെന്താ അവിടെ തൂങ്ങി നിൽക്കണത്? അതിൻ്റെ അറ്റൊന്ന് വെട്ടിക്കളയായിരുന്നില്ല. എഴുന്നള്ളത്ത് വരുമ്പോൾ ആ വഴി കൂടെയാണ് ഞാൻ വരണതെന്ന് ഇരിച്ചാൽ അത് തലയിലൊക്കെ തലയിലെങ്ങാനും കൊണ്ടാൽ അത് അലൂകിയാവില്ലേ? അതിൻ്റെ അവിടെ പോയിട്ട് തല കാണിക്കേണ്ട വെച്ചാൽ മതി. അല്ലാത്ത ഭാഗങ്ങളുണ്ട് അവിടെ കൊണ്ട് എൻ്റെ തല കാട്ടണ വെച്ചാലേ വലിയ ഞെരുക്ക. ഇതായി ഇവിടെ വന്നു ദഹനപ്പരയിൽ അവിടെ വന്ന് നോക്കണ്ട. അവിടെ ഇരിക്കണ്ട. ഒരു ദിക്കിൽ ഇരിക്കാൻ സ്വല്പം നേരം ഇരിക്കാൻ വൈശ്രവണന് മനസ്സ് വരണില്ല. കാരണം എവിടെ ആരാ എന്തെങ്കിലും കേട്ട് എന്താ അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ആരാ പോണത്? മാറ്റിയമാരെല്ലാ ദിക്കിലും ഉണ്ടാവൂലേ. ഞാൻ ഇവിടെ അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല എന്നാണ് നിരീക്ഷിച്ചത്. അവിടെ എന്തായി? അവിടെയൊക്കെ നോക്കണ്ട. അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസമായാൽ അന്നും വൈശ്രവണൻ കൈലാസത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചില്ല. ഭഗവത് ദർശനം മുടങ്ങില്ലല്ലോ. ഭഗവാൻ ഇടയ്ക്ക് വരും, അളകയിലേക്ക് വരും. അപ്പം കണ്ടാൽ പോരാ. പതിവായിട്ടുള്ളത് എന്തിനാണ് അന്ന് തെറ്റിക്കണത്? സാധാരണ പതിവ് കൈലാസത്തിൽ പോയി ഭഗവാനെ ദർശിക്കുക പതിവ്. ഇന്നും അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് നിശ്ചയിച്ചു വൈശ്രവണൻ ഒന്നവിടെ പോയി നോക്കിയേക്കാം. ദഹനപ്പരയിലെന്ന് ചോദിച്ചിട്ട് തന്നെ സമാധാനം ഇല്ലാണ്ടായിരിക്കുക. പ്രതിയില്ല. അവിടെ ചെന്നു. എന്തായി?
എഴുന്നള്ളത്ത് ഇവിടെ എത്തിയാൽ പിന്നെ ഇലയിടാൻ നേരം വൈകിക്ക് വയ്യ, പിന്നെ വേഗം വേണം. വല്ല അമാന്തം വല്ലതും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കാലായിട്ടില്ലേ? ഒക്കെ ആവും. എന്താ പിന്നെ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കണത്? ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കണത് എരിശ്ശേരിയുടെ വറവാ. എരിശ്ശേരിയുടെ വറവ് നിങ്ങൾ വന്നിട്ട് 2-3 ദിവസമായില്ലേ? അത് വന്ന് ഇന്നലെ എങ്ങാനത് കഴിച്ചു വയ്ക്കായിരുന്നില്ലേ? എരിശ്ശേരിയുടെ വറവ് ഇന്നലെ കഴിച്ചു വയ്ക്കേ? അല്ല പാവേ, അല്ല അതിപ്പോൾ ഇന്നലെയൊക്കെ അങ്ങനെ വറുത്തങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പന്തില്ലാതെയൊക്കെ ഉണ്ടാവില്ലേ? ആ എന്നാ വേണ്ട, നാലായിക്കോട്ടെ, അത്ര തന്നെ ഉള്ളൂ. അങ്ങേപ്പുറത്ത് ഇവിടെ അരി ഇങ്ങനെ വെച്ച് ചോറിങ്ങനെ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായി? എന്താ ഇവിടെ ഇലമുറിയുടെ ആളുകളാ. ഇതൊക്കെ ചെറുതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ആ ചെറിയ കെട്ടേ എന്നാ അങ്ങട അതിൻ്റെ വലിയതിൻ്റെ കൂടെ കൊണ്ടുവരുത്തിയാൽ തന്നെ അത് ചിലപ്പോൾ മാറി എടുക്കും കെട്ട. അതുകൊണ്ടാണ് പറയണത്, ഈ കേമന്മാർക്ക് വിളമ്പുമ്പോൾ ഈ ചെറിയ ഇലയിൽ വിളമ്പിയാൽ സുഖാവുന്നതല്ല. അപ്പോൾ വലിയ ഇല തന്നെ വേണം. വലിയ തന്നെ നന്നായി. അവിടെയൊക്കെ നോക്കണ്ട. ഇത്രയൊക്കെ കഴിഞ്ഞു. വൈശ്രവണൻ കൈലാസത്തിലെത്തി, ഭഗവാനെ ദർശിച്ചു, വന്ദിച്ചു. എന്തായി? എന്താ അത്? ഇതിൻ്റെ വട്ടമുണ്ട്. ആയിക്കോട്ടെ. പതിവുള്ളതൊന്നും മുടക്കണ്ട. ഇന്നായിട്ട് അതൊന്നും വേണ്ടാക്കണ്ട. വൈശ്രവണ എന്തായി അവിടെ? നേരാവണായിട്ടുണ്ട്. അപ്പം ഇന്നായി പറഞ്ഞ് ഇത്ര വേഗം ദിവസം കൂടെ അടുത്ത് ഇത്ര വേഗം ആവുമെന്ന് ഞാനും നിരീക്ഷിച്ചില്ല കേട്ടോ. എത്ര വേഗം സമയം ഇങ്ങോട്ട് കഴിഞ്ഞ് പോണതെന്നുള്ളതിനൊരു പറയാൻ പറ്റണില്ല. എന്തായാലും നന്നായി വൈശ്രവണ. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആവാം. അല്ല, എന്നുള്ളത് എപ്പോഴാവോ എന്ന് അറിഞ്ഞിട്ട് പോവാൻ നിരീക്ഷിച്ചിട്ടാ. വൈശ്രവണൻ അങ്ങനെ പ്രത്യേകിച്ച് വല്ല സമയം എങ്ങാനും കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇവിടുത്തെ സൗകര്യത്തിന് അനുസരിച്ച് അവിടെ. എന്നാൽ എൻ്റെ അത്യാവശ്യം ദേവാരം ആദ്യത്തേക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക എന്നാണ് വെച്ചേക്കണത്. എന്താ അങ്ങനെ പോരെ? മതി. വൈശ്രവണ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് നടക്കാം. അല്ലെങ്കിൽ വൈശ്രവണൻ ഇങ്ങോട്ട് നടന്നു. ഗോപുരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും വൈശ്രവൻ്റെ സമാധാനമായി. ഇന്ന് മറ്റാൾ കൂടെ പുറപ്പെട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ചില്ലേ? അന്നിപ്പോൾ എന്തൊക്കെ ഉണ്ടായി തീരുക. അപ്പോഴാണ് ഗോപുരം കിടന്നിട്ട് നടന്നപ്പോഴാണ് അതാ മറ്റാൾ മുമ്പ് നടക്കുക. വൈശ്രവണ എൻ്റെ കൂടെ പൗരാച്ചാ പോകുന്നുള്ളൂ കേട്ടോ. വെല്ലുണ്ണി തമ്പുരാൻ എവിടേക്കാ? അല്ല വൈശ്രവണ അളകയിലേക്ക്. അതാ വൈശ്രവണൻ എൻ്റെ കൂടെ പൗരാച്ചാ പോകുന്നോളാൻ. അന്നിപ്പോൾ അങ്ങനെയാ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോവേ, എൻ്റെ കൂടെ അദ്ദേഹം പോരല്ല. വെല്ലുണ്ണി തമ്പുരാൻ ഇപ്പം വേണ്ട. അല്ല വൈശ്രവണ പതുക്കെ പറഞ്ഞാൽ മതി, അച്ഛൻ കേൾക്കും. അച്ഛൻ കേട്ടാ വിരോധമൊന്നുമില്ല. ഇപ്പം വേണ്ട, ഭഗവാന്റെ ഒപ്പം മതി, എഴുന്നള്ളത്തിൻ്റെ ഒപ്പം മതി. വൈശ്രവണ അച്ഛൻ്റെ ദേവാരമൊക്കെ കഴിഞ്ഞ് പുറപ്പെടുമ്പോഴേക്ക് നേരം കുറയാവും. ഇപ്പം അങ്ങോട്ട് പോവാ വൈശ്രവണ. വേണ്ടാന്ന്, ഭഗവാന്റെ ഒപ്പം മതി, എഴുന്നള്ളത്തിൻ്റെ ഒപ്പം മതി. ഇപ്പം വേണ്ട, വെല്ലുണ്ണി തമ്പുരാൻ ഇപ്പം എഴുന്നള്ളണ്ട. ഇത് ഭഗവാൻ കേട്ടു. എന്താ വൈശ്രവണ? അല്ല വെല്ലുണ്ണി തമ്പുരാൻ അടിയൻ്റെ കൂടെ എഴുന്നള്ളുണ്ടെന്നാ പറയണത്. വെല്ലുണ്ണി എന്താ അച്ഛ അങ്ങനെ മുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കണത്? അല്ല വെല്ലുണ്ണി ഇങ്ങോട്ട് പോരൂ. അച്ഛ എന്നല്ലേ വൈശ്രവണൻ മാം തരാന്ന് പറഞ്ഞിരിക്കണത്? അതെ, ഞാൻ അങ്ങോട്ട് പോകണുണ്ട്, എൻ്റെ ഒപ്പം മതി. ഇങ്ങോട്ട് പോരാനാ പറഞ്ഞത്. വൈശ്രവണൻ പോയിക്കോളൂ. ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ. എന്തായാലും അവിടുന്ന് പുറപ്പെട്ടു. അളകയിലെത്തി. അവിടെ നിന്നു. ദഹനപ്പെരലിനെ ആദ്യം ചെല്ലണത് കാരണം എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടാൻ ദഹനക്കാരെ ചിലപ്പോൾ വിശ്വസിക്കുക വയ്യ. നന്നാവണം നിരീക്ഷിച്ചിട്ടൊക്കെയാണ് അവരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഏൽപ്പിക്കണ ആളുടെ ദൈവാധീനമില്ല. ഞാൻ ചിലപ്പോൾ ബന്ധില്ലാതെ കണ്ടാവാനും വിരോധമില്ല. എന്നാലും വൈശ്രവണ എന്താ അതൊന്ന് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചൂടെ? അതൊന്ന് ഇറക്കി വെച്ചുകൂടെ എന്ന്? അല്ല, ഇറക്കി വെക്കാറാവണേ ഉള്ളൂ. 2 ഇളക്കം കൂടി വേണം. 2 ഇളക്കം എന്ന് പറഞ്ഞാൽ പാകത്തിന് എണ്ണി നിൽക്കുക തോന്നില്ലേ? ഇളക്കം 2. ഇവിടെ അരി വാർക്കല് ഒരു 2 തള. 2 തളയാ? 2 തളയും കൂടി അയ്യാലേ അങ്ങോട്ട് വേവ് പാകാവുള്ളൂ. എന്തൊരു കണക്കാശുണ്ട് ഓരോരുത്തരുടെ. അങ്ങനെ വൈശ്രവണ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. എല്ലാതെങ്കിലും എത്തിയിട്ടുണ്ട്. അങ്ങനെയായി. അവിടെ ഭഗവാൻ എഴുന്നള്ളി ഇരിക്കാനുള്ള സ്ഥലം ഭംഗിയാക്കിയിട്ടുണ്ട്. അതേപോലെ എഴുന്നള്ളി വരാനുള്ള സ്ഥലം ഗോപുരം മുതൽക്ക് വെള്ളയും കരിമ്പടവും ഇരിക്കല്. വെള്ളയും കരിമ്പടവും ഇരിക്കാനുള്ളത്. ഒന്ന് വെളുത്തത്, മറ്റത് അങ്ങേപ്പുറത്ത് കരിമ്പടം ഒക്കെ എന്താ
ഒക്കെ വിരിച്ചിട്ടുണ്ട്. ഭഗവാൻ കൈലാസത്തിലത്തെ കഥ എന്തായിരിക്കണോ? കൈലാസത്തിലവിടെ ഭഗവാൻ പുഷ്പാഞ്ജലി പതിവുണ്ട്. ആ പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് ആവാൻ പുറപ്പെടാന്ന് ചോദിച്ചിട്ടാ ശ്രീ മഹാഗണപതിക്ക് പോവാൻ പരിഭ്രമായി. എന്താ ഈ അച്ഛൻ്റെ പുറപ്പാട്, ഭഗവാന്റെ പുറപ്പാടാന്ന് അറിയാനായിട്ട് ഭഗവാൻ എഴുന്നള്ളിയിരിക്കണ ദിക്കിലേക്ക് ശ്രീ മഹാഗണപതി അവിടെ ചെന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കാണാനില്ല. എവിടെ അച്ഛൻ പോയിരിക്കുമോ? ഉണ്ടാവില്ല. ബാക്കിയുള്ള പരിവാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെ നോക്കിയപ്പോളാ ഓഹോ പുഷ്പാഞ്ജലിക്കുള്ള ഇരിക്കല. എപ്പോഴാവോ പുഷ്പാഞ്ജലി കഴിയുക. ഭഗവാൻ അന്ന് വളരെ വിസ്തരിച്ചിട്ട് തന്നെയാണ് ഓരോ പൂവ് എടുത്ത് നല്ലോണം ധ്യാനിച്ച് അത് അർച്ചിക്കും. പിന്നെ ഒരു പൂവ് എടുക്കും, അത് നല്ലോണം ധ്യാനിക്കും, അർച്ചിക്കും. ശ്രീ മഹാഗണപതി വന്ന് നോക്കിയപ്പോളേ വലിയൊരു കുന്നു പൂവാ. ആരെവിടെ ഈ പൂവുണ്ടാക്കി വയ്ക്കണത്? ഇത്ര വളരെ പൂവോ? ഈ കണക്കിന് അച്ഛൻ ഓരോ പൂവെടുത്ത് പുഷ്പാഞ്ജലി കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ദിവസം കളകയിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ഈ പോക്കാ പോകണം അച്ഛൻ. ഒന്ന് വേഗം കൂടാതെ കണ്ടായി അത് നേരെയാവുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള യുക്തി ഉണ്ട്. ശ്രീ മഹാഗണപതി കുറച്ചു നേരം അവിടെ നിന്നു. ഭഗവാൻ ഒരു പൂവെടുത്ത് കണ്ണടച്ച് നല്ലോണം ധ്യാനിച്ച് ആരാധിച്ചു. പിന്നൊരു പൂവെടുക്കാനായിട്ട് ആ പൂവ് വെച്ചതെങ്കിലേക്ക് കൈയിട്ട് അവിടെ വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരൊറ്റയാണ് കാണാല്ലേ. ശ്രീ മഹാഗണപതി എന്ത് ചെയ്തു? ആ പൂവ് ഒന്നിച്ച് തുമ്പിക്കൈകൊണ്ട് അങ്ങോട്ട് ചുറ്റി പിടിച്ച് അങ്ങേപ്പുറത്ത് അങ്ങോട്ട് ഇട്ടു. ഭഗവാൻ ഇവിടെ നോക്കി അവിടെ പൂവ് കാണുക. പൂവ് ഇവിടെ ധാരാളം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ? അപ്പോഴാ വെല്ലുണ്ണി ഇവിടെ ഉണ്ടായിരുന്ന പൂവൊക്കെയോ? അച്ഛാ അതാ കിടക്കണം. എന്താ വെല്ലുണ്ണി കാട്ടിയത്? അല്ല അച്ഛൻ പറയാറില്ലേ പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് ഫലം കൂടുന്നുള്ളത്. അത് കാരണം ഞാൻ ഒന്നിച്ച് അങ്ങേപ്പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു, അത്രയേ ഉണ്ടായുള്ളൂ. ശ്രീ മഹാഗണപതിക്കുള്ള പരിഭ്രമം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഒരു വിധത്തിൽ ആ പുഷ്പാഞ്ജലിയൊക്കെ പൂർത്തിയാക്കി കഴിച്ചു എന്ന് വരുത്തി അവിടെ നിന്ന് പുറപ്പെട്ടു. കൈലാസത്തിൽ നിന്ന് അളകയിലേക്ക് ശ്രീ മഹാദേവൻ പരിവാരങ്ങളോട് കൂടിയിട്ട് കൊട്ടും ഘോഷമായിട്ട് പുറപ്പെട്ടു. വൈശ്രവണൻ ഇവിടെ കാത്തു നിൽക്കുക തന്നെയാ. ആ ആ ആ ആ ശബ്ദം കേട്ടു. അളകയിലേക്കുള്ള യാത്രയായി അദ്ദേഹം അവിടുന്ന് കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് തോന്നണത്. അപ്പോഴേക്കും ഇവിടെ എതിരേൽക്കാനുള്ള ആളുകൾ, വാദ്യക്കാർ, അതിനുള്ള പരിവാരങ്ങളെയൊക്കെ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എവിടെ വാദ്യക്കാരെത്തിയോ? എന്തേ വാദ്യക്കാരെ എത്താൻ? അല്ല അവർ കാണാനില്ല. അവർ അതാ അവിടെ പോയിരിക്കുക. നിങ്ങളെ അവിടെ ഇരുത്താനല്ല ഇവിടെ കൊണ്ടുവന്നേക്കണത്. അവിടെ എഴുന്നള്ളത്ത് വരുമ്പോഴേക്കും അവിടെ കൊട്ടും ഘോഷമൊക്കെ തുടങ്ങണം. വരികയാണ്. എന്താ ഇനി കിടന്ന് പരിങ്ങണത്? എൻ്റെ സാധനം എടുത്തിട്ടില്ല. അവനവൻ്റെ സാധനം അവിടെയും ഇവിടെയും വെച്ച് നടക്കുക. ആവശ്യത്തിന് എടുക്കാൻ പറ്റാതെ കണ്ട എന്താ ഇനി കൈ കെട്ടി നിൽക്കണത്? ഊതിത്തടങ്ങ അപ്പളാ അവർ തടങ്ങ. പീ പീ പീ. ഇതൊക്കെ ഒന്ന് 2 ദിവസം മുമ്പ് കഴിച്ചു വയ്ക്കായിരുന്നില്ലേ? അതിൻ്റെ ഭഗവാൻ എഴുന്നള്ളത്തായൊക്കെ അളകയുടെ ഗോപുരത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴോ അക്ഷതട്ട് സ്വീകരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ മംഗളമായിട്ടുള്ള കാര്യം. വൈശ്രവണം തന്നെയാണത് അക്ഷതറിയാൻ. 1, 2, 3 വരെയൊക്കെ ഭഗവാൻ അവിടെ കാത്തു നിന്നു. വൈശ്രവണൻ കണക്കാക്കി ഭഗവാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രസമായിട്ടുള്ളതാണ് ഈ അക്ഷതറിയൽ. തിരിച്ചെലവായാലും വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ സന്തോഷമാവണം. ഒരു പിടി എടുത്തിട്ട് വലിച്ചാൻ ഇറങ്ങിയിറങ്ങിയില്ലോ. അത് നല്ല സുഖമല്ലേ ഈ നെല്ലിങ്ങനെ മുഖത്ത് വന്ന് വീഴുമ്പോളേ. വൈശ്രവണ, ഇതൊക്കെ ഒരു ചടങ്ങിന് മതി, ഇത്രയൊന്നും വേണമെന്നില്ല. ചടങ്ങിന് മതി, പിന്നെ അത്ര തന്നെയുള്ളൂ. ഇവിടെ വരാം, ഇങ്ങടെ എഴുന്നള്ളാം, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങടെ എഴുന്നള്ളാം എന്ന് പറഞ്ഞാൽ എഴുന്നള്ളാന്ന് പറഞ്ഞു വന്നപ്പോൾ അവിടെയൊക്കെ വെള്ളയും കരിപ്പടം വിരിച്ചേക്കുക. അവിടെ വലിയ വീരാളിപ്പട്ട വഴിയിലാണ് വിരിച്ചേക്കണത്. അത് കണ്ടപ്പോൾ ഭഗവാൻ, വൈശ്രവണ ഇത്രയൊക്കെ കേമാക്കണോ? ഇത് ഇത്രയൊക്കെ ഘോഷത്തിൽ വേണമെന്നുണ്ടോ? അല്ല, അടിയൻ്റെ ഒരു ആഗ്രഹമാണ്, ഇതും കൂടെ തന്നെ വേണം എഴുന്നള്ളത്ത്. വൈശ്രവണൻ പിശുക്കനാണ് എന്നുള്ളത് ഭഗവാൻ അറിയാം. വേണ്ട വൈശ്രവണ, അതൊക്കെ മടക്കി വെച്ചേക്കൂ. അല്ല, അടിയൻ്റെ ഒരു ആഗ്രഹമാണ്, അത് ഇതും കൂടെ തന്നെ വേണം എഴുന്നള്ളത്ത്. വൈശ്രവണന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കാലുമിൽ തപ്പൂട്ടിയൊക്കെ നല്ലോണം തുടച്ച് ഒരു കാലം മനസ്സിരുത്തിയിട്ട് പട്ടിന് കേട് വരരുതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അത് കഴിഞ്ഞ് മറ്റേ കാല്
അതുമിലത്തെ പൊടി തുടച്ച് അങ്ങനെ വളരെ സാവധാനത്തിൽ പട്ടിന് യാതൊരു കേടും പറ്റരുതെന്ന് ഇരിച്ചിട്ടാണ് ഭഗവാൻ നടക്കുന്നത്. അതിൻ്റെ പിന്നിലാണ് ശ്രീ മഹാഗണപതി. ശ്രീ മഹാഗണപതി ഇത് കണ്ടു. ഈ എഴുന്നള്ളത്തായിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ കുറച്ചങ്ങോട്ട് എത്തട്ടെ. ഭഗവാൻ ആദ്യം കുറച്ച് നടന്നു. കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 10,000-ൻ്റെ പട്ട്, പിന്നത്തെ 12,000-ൻ്റെ, പിന്നെ 15,000-ൻ്റെ, 20,000-ൻ്റെ. ഇതൊക്കെ ഭഗവാൻ പറയണ്ട വൈശ്രവണ, ഇത് വേണ്ട വൈശ്രവണ, അത് മടക്കി വെച്ചു. അല്ല ദൈവനെ വേണം, ഇത് കൂടെ തന്നെ വേണം. ഓ വൈശ്രവണന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ വെച്ചാൽ ഞാനായിട്ടത് വേണ്ടാന്ന് മുടക്കണില്ല. ഭഗവാൻ അങ്ങനെ മനസ്സിരുത്തിയിട്ടാണ് നടക്കുന്നത്. ശ്രീ മഹാഗണപതി അവിടെ അങ്ങനെ കുറച്ച് നേരം നിന്നു. ഭഗവാൻ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ശ്രീ മഹാഗണപതി എന്ത് ചെയ്തു? അവിടുന്ന് ആ ശ്രീ മഹാഗണപതിയുടെ ചെറിയ കാലുണ്ടല്ലോ, ആ ചെറിയ കാലങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് വൈശ്രവണനെന്ന് നോക്കിയപ്പോഴല്ലേ മഹാഗണപതി വെക്കണ കാല് വെക്കണ ദിക്കിലത്തെ പട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞ ഒരൊറ്റ പറക്കല. അയ്യോ 12,000 പൊടിഞ്ഞൂലോ. ഇങ്ങനെ ഒരുവിധ എന്താ വെല്ലുണ്ണി? അച്ഛാ സാരല്ല, അദ്ദേഹത്തിനിപ്പോൾ എന്താ സാരം? ഇങ്ങനെ ഒരു വിധത്തിൽ ഭഗവാനെ എതിരേറ്റ് ഭഗവാൻ എഴുന്നള്ളിയിരിക്കാനുള്ള ദിക്കിൽ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി. ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഈ വൈശ്രവണ? ഇല വയ്ക്കാറായി, താമസമില്ല. വൈശ്രവണൻ ദഹനപ്പരയിലൊന്ന് ചെന്ന് നോക്കി. എന്താ ഇല വയ്ക്കില്ലേ? ഇല വയ്ക്കാറായില്ലേന്ന്. സാര താമസമുണ്ട്. ഇതെന്താ താമസം? നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ വന്ന് കൂട്ടിയിട്ട്? ഞാൻ പറഞ്ഞതല്ലേ എഴുന്നള്ളത്ത് ഇവിടെ എത്തിയാൽ പിന്നെ ഇലയിടാറായി എന്നുള്ളത്. അല്ല, ഇലയിടണോണ്ട് വിരോധമില്ല, ഇവിടെ ആവണേ ഉള്ളൂ, കാലാവണേ ഉള്ളൂ. സാധനങ്ങൾ ഒന്നിന് പ്രഥമനിൽ പാലങ്ങട് കൂട്ടൽ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. എന്തി മുഴുവൻ കൂട്ടാണ്ടിരിക്കാൻ? അല്ല, അത്രേ ആവണുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ എന്താ ഇളക്കണത്? പ്രഥമൻ തന്നെയാണ്. ഇതെന്താ ഇവിടെ മാറ്റി വെച്ചേക്കണത്? ഇത് പാല്. ഇതെന്താ അതിലേക്ക് ഒഴിക്കാതെ കണ്ടിരിക്കണത്? ഇത് 1-ാം പാല. അപ്പം ഇപ്പം അതിൽ ഒഴിച്ചേക്കണതോ അത് 3-ാമത്തെ. ഏട്ടാ കേമാ, ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു വെച്ചാൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ? 1 ഒഴിച്ചിട്ടല്ലേ 2, അത് കഴിഞ്ഞിട്ടല്ലേ 3 ഒഴിക്കുക. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ദൈവാധീനം ഞാൻ തിരിയുള്ളൂ. ഒഴിക്കുക. അല്ല, അങ്ങനെയല്ല. ആദ്യം 3, പിന്നെ 2, പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു ക്രമം. അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അത്രയേ ഉള്ളൂ വൈശ്രവണ്ണ. ഇവിടെ നോക്കിയപ്പോൾ ഇത്തിരി താമസമുണ്ടോ സംശയമുണ്ട. എന്നാൽ ഒരു ചെറിയൊരു പ്രാതൽ കഴിപ്പിക്കാം. ശ്രീ മഹാഗണപതിയുടെ ക്രാങ്ങളുടെ ഒരു പ്രാതൽ കഴിപ്പിച്ചാൽ കുറച്ച് ഭേദം ഉണ്ടാവും. വൈശ്രവണൻ തന്നെ ആ കലവറക്കാരനെ വിളിച്ചു. കലവറക്കാരൻ ഇവിടെ വരിക, ആ താക്കോലും ഇങ്ങോട്ട് തരിക. വൈശ്രവണൻ തന്നെ തുറന്നു. ഒരു 3 നാഴിയരി, 3 കിടാങ്ങളല്ലേ, 4 നാഴിയരി വീതം പ്രാതലിനുള്ളത് കണക്കാക്കിയിട്ട് അതൊരു പാത്രത്തിലാക്കി ദഹനക്കാരനെ ഏൽപ്പിച്ചു. ദഹനക്കാരൻ, ഇത് വേറെ കാലാക്കി വയ്ക്കുക. ഇത് ചോറ് കിടാങ്ങൾക്ക് പ്രാതലിനുള്ളതാ. വേഗം വേണം കേട്ടോ, ഒരു കാര്യമുണ്ട്, ഒന്നും ചെയ്യരുത് തിന്നാട്ടോ. ഇത്ര ഏൽപ്പിച്ചു. വൈശ്രവണൻ അങ്ങോട്ട് പോയി. ഇത് കാലാവുമ്പോഴേക്കും വേണമെങ്കിൽ കിടാങ്ങളൊന്ന് കുളിച്ചു ഒന്ന് തേച്ചുളി ഉണ്ടായിങ്ങളായിക്കോട്ടെ നിരീക്ഷ ഭഗവാന്റെ അടുത്തേക്ക്. എന്താ ഈ വൈശ്രവണ? അല്ല, ഇല വയ്ക്കാൻ ലേശം ഒരു അമാന്തണ്ടോ എന്ന് സംശയം. അറിയില്ല, അതൊക്കെ മതി. അല്ല, അതിന് മുമ്പേ കിടാങ്ങളുടെ ഒരു പ്രാതൽ കഴിപ്പിച്ചാലോ എന്ന് നിരീക്ഷിക്കുക. വേണ്ട വൈശ്രവണ, ഒരു കൂട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് കൈലാസത്തു നിന്ന് പോന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് തന്നെ മതി. അല്ല, കിടാങ്ങൾ മുഖത്തേക്ക് നോക്കിയാൽ വിശപ്പ് കുറച്ച് കലശലായി വല്ലാണ്ടായിട്ടുണ്ട്. ഒരു പ്രാതൽ കഴിപ്പിക്കണം തന്നെയാണ് അടിയനൊരു മോഹം. വൈശ്രവണ്ണ അങ്ങനെ നിരീക്ഷിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. തേച്ചുളി അപ്പോഴേക്കും തേച്ചുളി കഴിയുമ്പോഴേക്കും അരി വേവാണ്ടിരിക്കില്ല എന്നിരിച്ച വൈശ്രവണൻ തേച്ച് കുളിക്കാൻ 3 പൊന്നും കിണ്ണത്തിൽ തേച്ച് കുളിക്കാനുള്ള എണ്ണ അവിടെ കൊണ്ടുവച്ചു. വെല്ലുണ്ണി, എന്താ അച്ഛാ? അതെ, ഒരു പ്രാതൽ കഴിപ്പിക്കണം നിങ്ങളുടെ എന്നാണ് വൈശ്രവണൻ്റെ ഒരു ആഗ്രഹം. വൈശ്രവണൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലൂ. വെല്ലുണ്ണി ഇവിടെ വരൂ. ശ്രീ മഹാഗണപതി വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ശ്രീ മഹാഗണപതിയുടെ വയറുമ്മൽ ഒരു 2 തട്ടിയപ്പോഴേക്കും വിശപ്പ് അങ്ങനെ കയറി തുടങ്ങി. വെല്ലുണ്ണി, കിടാങ്ങൾ 3 ആളും കൂടി അങ്ങോട്ട് ചെല്ലുന്ന വൈശ്രവണൻ്റെ കൂടെ തേച്ച് കുളിക്കാനുള്ള ഭാവത്തിന് അവിടെ എണ്ണയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. 3 പൊന്നും കിണ്ണത്തിലായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ശ്രീ മഹാഗണപതി ഇങ്ങോട്ട് വന്നു. ആ 3 പൊന്നും കിണ്ണത്തിലത്തെ എണ്ണ ഒന്നിച്ച് പാത്രത്തോടു കൂടി
വെല്ലുണ്ണി എന്താ ഈ കാട്ടിയത്? അച്ഛൻ കണ്ടില്ലേ? നീ പറയാണ്ടോ? വെല്ലുണ്ണി അത് അകത്തേക്ക് സേവിക്കാനുള്ളതല്ല, തേച്ചു കുളിക്കാനുള്ളതാണ്. അച്ഛൻ പറയാറില്ലേ, പുറത്ത് പുരട്ടണേക്കാൾ അധികം നല്ലതാണ് അകത്തേക്ക് ചെലുത്തണത് എന്നുള്ളത്. അതുകൊണ്ട് എന്തിനുണ്ടോ നിനക്കൊരു ന്യായം പറയാൻ? എന്തിനു പറയണോ? ഒരു വിധത്തിൽ കുളിയൊക്കെ കഴിപ്പിച്ച് കൊണ്ടുവന്നു. അവിടെ 3 പലകയിട്ടിട്ടുണ്ട്. അവിടെ പൊന്നും തളികകൾ വെച്ച് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. നടുക്ക് ശ്രീ മഹാഗണപതി ഇരുന്നു. 2 ഭാഗത്തായിട്ട് ശാസ്താവ് സുബ്രഹ്മണ്യൻ അവിടെ ഇരുന്നു. വൈശ്രവണം തന്നെയാണ്. എവിടെയാ പ്രാതലിനുള്ളത്? ആ ചോറ് കാലായില്ലേ? കാലായിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ട് വയ്ക്കുക. അത് കൊണ്ടുവച്ചു. കതിലിപ്പഴം ശർക്കര വിളമ്പി. അത് ചോറ് വൈശ്രവണം തന്നെയാണ് വിളമ്പാൻ. കൊടുക്കൊരു താൻ വൈശ്രവണം കിണ്ടിയെടുത്തു. കിണ്ടിയെടുത്തപ്പോൾ ആദ്യം നടുക്കിരിക്കണ ആളാ കയ്യങ്ങോട്ട് നീട്ടിയത് ശ്രീ മഹാഗണപതിയാണ്. ഇതെന്തൊരു പന്തിലായുണ്ടല്ലോ. ആദ്യം കാട്ടി കയ്യിലേക്ക് കൊടുത്തേക്കാന്നിരിച്ച് വെള്ളം വീത്തി കൊടുത്തു. വെള്ളം വീത്തി കൊടുക്കേണ്ട താമസം ശ്രീ മഹാഗണപതി ഈ 3 കിണ്ണവും കൂടിയിട്ട് ഒന്നിച്ചൊരു വളക്കണുള്ളത്. വലുതും പറയാൻ നിർത്തിയുണ്ടോ? ആദ്യം കൈ കാണിച്ചു കൊടുത്തു. ആദ്യത്തെ പ്രാണാഹുതിയിലത്തെ ഈ 3 പൊന്നും കിണ്ണത്തോട് കൂടിയിട്ട് അതോട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി പൊന്നും കിണ്ണൊന്നും വേണ്ട, ഇല ഇടാ. അങ്ങോട്ട് ഇല ഇങ്ങോട്ട് കൊണ്ടിടുക. ഇല ഇട്ടു. അതിൽ ചോറ് വിളമ്പി. കിട്ടിയത് ശ്രീ മഹാഗണപതി 2ാമത്തെ പ്രാണാഹുതി കഴിച്ചു. ശബ്ദം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൂടി തുടങ്ങി. വൈശ്രവണൻ പാത്രത്തിൽ നോക്കിയപ്പോൾ അതിൽ ചോറ് കാണാനില്ല. എവിടെ മുന്നാഴി തന്നത് കഴിഞ്ഞോ? ഈ മുന്നാഴിന്ന് മോഷണോ? ദഹനക്കാരുടെ ഒരു മോഷണേ! അയ്യോ 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 അയ്യോ! ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ഒരു കാര്യം ചെയ്യുക. ചെമ്പ് പഴയരി കലത്ത് പഴയരി ആയിട്ട് എടുത്ത് വിളമ്പുക. ചെമ്പ് പഴയരി കലത്ത് പഴയരി ആക്ക്. ഈ പഴയരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പഴയ അരി എന്നല്ല അർത്ഥം കേട്ടോ അതിൻ്റെ. ഇപ്പം ഇപ്പോഴുള്ള ആളുകൾക്ക് അതാണ് ഇരിക്കുക, പഴയതായിട്ടുള്ളത് എന്നുള്ളത്. ആവട്ടെ. ഒരു 5 പ്രാണാഹുതി ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടി. ഇവിടേക്ക് ശ്രീ മഹാഗണപതിക്ക് ഇനി എന്തെങ്കിലും പറയാം. പ്രാണാഹുതി 5 കഴിയുന്നവരെ ശബ്ദം മിണ്ടാൻ പാടില്ല എന്നാണ് പറയാ. ഒന്നും പറയരുതെന്ന്. അതാ ഈ കണ്ണുകൊണ്ട് കാട്ടിയത്. ഒരു വിളമ്പനാ കാണിക്കണത്. പ്രാണാഹുതി 5 കഴിഞ്ഞപ്പോൾ ശ്രീ മഹാഗണപതിക്ക് ഒരു വട്ടം പറയാറായി. വൈശ്രവണ കള്ള, എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറ്. 3 കഴിഞ്ഞു, പിന്നെയും കഴിഞ്ഞു. എന്നിട്ടാ അപ്പോൾ പട്ടിണിക്കിടുക അത്രേ. അതെ, ആരാ അവിടെ? ആ ചോറ് ഇങ്ങോട്ട് ഞാൻ വൈശ്രവണം ഇങ്ങോട്ട് മാറി. വിളമ്പ എവിടെ വിളമ്പന്മാരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ അവിടെയും ഇവിടെയും പോയി നിൽക്കാനല്ല. വെല്ലുണ്ണി തമ്പുരാന് വേഗം ചോറും കൂടെ എത്തിക്കാൻ. ചോറ് എത്തിക്കാന്ന് പറഞ്ഞിട്ട് ചോറ് ഇങ്ങനെ വിളമ്പി തുടങ്ങി. ചോറ് വിളമ്പി കിട്ടണത് ഇങ്ങനെ ചലത്തിൽ തുടങ്ങി. വൈശ്രവണ എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറ്. അയ്യോ, ഇത് ഭഗവാൻ കേൾക്കൂലോ? ഈ ഒരു അപരാധം ഞാൻ കള്ളനാത്രേ. ഇതാണോ കള്ളന്മാരുടെ സ്വഭാവം? നിങ്ങളെ ആ വിളമ്പാനുള്ള ആളുകളൊക്കെ ഇവിടെ ഒന്ന് വരിയായിട്ട് ഇവിടെ നിൽക്കുക. ആ ദഹനപ്പരേന്ന് വരിയായിട്ട് ശ്രീ മഹാഗണപതി ഇരിക്കുന്ന ദിക്ക് വരെ അവരിങ്ങനെ വരിയായിട്ട് നിന്ന് പോകും. അവിടെ കുറേ ആളുകളുടെ ചോറുകിൻ്റെ ത്രൈലോക്യവാസികൾക്കുള്ള ചോറുകിനെ വെച്ച് കൂട്ടിക്കുക. ആ ചോറിൻ്റെ കൂമ്പാര ആ കുന്നുപോലെ അവിടെ തന്നെ വെച്ച് കൂട്ടിയിട്ടുണ്ട്. കുറേ ആളുകൾക്ക് ഈ ചോറ് കൊട്ടയിൽ ഇങ്ങനെ നിറക്കൽ തന്നെയാണ്. ആ കൊട്ടയിൽ നിറക്കേണ്ട മറ്റാളുകൾ അങ്ങേപ്പുറത്തേക്ക് എടുത്ത് കൊടുക്കേണ്ട. വരട്ടെ പോട്ടെ അങ്ങോട്ട് ചോറ് വരട്ടെ. പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങേപ്പുറത്തേക്ക് വരട്ടെ പോട്ടെ. അതന്നെ ഒരു രസം. ഇവിടെ ശ്രീ മഹാഗണപതിയുടെ ഇവിടെ വിളമ്പല് വേഗം തിരിതന്നെ. ഇപ്പോൾ അക്ഷരങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കുറഞ്ഞിടങ്ങി. വൈശ്രവണ കള്ള, എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിക്കിടാതെ ഒരക്ഷരം കുറഞ്ഞു കിട്ടി.
എന്തായാലും അതേ അവിടെയും ഇവിടെയും നോക്കി നിൽക്കാതെ കൊണ്ട് ഒന്ന് വിളമ്പാൻ സഹായിക്കുക. അതിന് വേറെ എന്താച്ചാ തരാം. ഞാൻ വെറും നേരം പോക്ക് പറയണതല്ല, ഈ പന്തില്ലാത്ത ശബ്ദം ഒന്ന് കേൾപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ കൂടി തുടങ്ങി, ആളുകൾ വരി വരിയായിട്ട് നിൽക്കേണ്ട. ആ ആ ആ ആ തരുന്നതിന് ഒന്നുകൂടി ഇതൊന്ന് കേട്ടോ, അല്ലെങ്കിൽ തേട്ടയിൽ അഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടിയും ക്ലേശമാവും. എന്തായാലും കൈ കെട്ടി നിൽക്കാനല്ല പറഞ്ഞത്. ചോറ് കാലുമിൽ വീഴും, പിന്നെ പൊള്ളിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം തരുന്നതിന് ഇങ്ങനെ ചോറ് വന്നിറങ്ങിയപ്പോൾ അക്ഷരം അവിടെ ഇങ്ങനെ കുറഞ്ഞിറങ്ങി. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ കേട്ടോ ചോറ്. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എത്താന്നുള്ളത് നല്ല പ്രയാസമുള്ളത് തന്നെയാണ്. ആ ആ ആ ആ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടാൻ പോണത് അത്ര തന്നെ ഉള്ളൂ. എത്ര പണിയെടുത്താലും കിട്ടലതാ. ശേഷമുള്ളതുകൊണ്ട് ശരീരം ഉണ്ടെങ്കിലേ നാളെ പണിയെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഇവിടെ നിർത്തുക. ഒരു വിദ്വാൻ അവിടെ പിന്നാക്കം മാറി. ഒരു വിദ്വാൻ പിന്നാക്കം മാറിയപ്പോഴോ അങ്ങേപ്പുറത്ത് നിൽക്കുന്ന ആളും അയാൾ മാറി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാറിയപ്പോൾ അവിടെ ചോറ് വരാൻ നേരം വൈകി തുടങ്ങി. ചോറ് വരാൻ നേരം വൈകി തുടങ്ങിയപ്പോൾ അക്ഷരം അവിടെ കൂടി തുടങ്ങി. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറേ. എടുത്തോടത്തെത്തിയാൽ നിർത്താവുന്ന കണക്ക് വിളമ്പിൻ്റെ കഥ അതാ. അവിടെ എത്തല് കഴിഞ്ഞു. എന്തായാലും ഇനി നിർത്തുക. ഓരോരുത്തരായിട്ട് പിന്നാക്കം മാറി. ആ ചോറിൻ്റെ വിളമ്പണ പാത്രം അവിടെ തന്നെ ഇട്ടിട്ട് അവരിങ്ങോട്ട് മാറുക. കുറച്ച് നേരം ശ്രീ മഹാഗണപതി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു നോക്കി കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കിട്ടു നേരെ ദഹനപ്പരയിലേക്ക് അങ്ങോട്ട് കയറിയത്. ദഹനപ്പര എവിടെയാണെന്ന് അറിയാൻ ഒരു വിഷമം ഉണ്ടായില്ല. കാരണം എന്താ, ഈ പോണ വഴിക്ക് ആ തൊട്ടികൾ, ചോറിൻ്റെ കൊട്ടകളുണ്ടല്ലോ, അതിങ്ങനെ തിരുവട്ടിയിലാക്കി ഇങ്ങോട്ട് ചെന്ന് അവസാനം അവിടേക്ക് അങ്ങോട്ട് ദഹനപ്പരയിലേക്ക് അങ്ങോട്ട് എത്തി. ദഹനപ്പരയിൽ എത്തിയപ്പോഴോ അവിടെ വലിയ പാത്രങ്ങളിൽ ഇങ്ങനെ ത്രൈലോക്യവാസികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ച് കാലാക്കിയിട്ടേക്കല്ലേ. എന്താ സാധനം, എത്രണ്ടും ചൂടുണ്ടോ എന്നുള്ളത് ആ തുമ്പിക്കൈ ഇട്ടിട്ടൊന്ന് നോക്കും. ചൂട് പാകാണെന്ന് ഇങ്ങോട്ട് തോന്നിയാൽ അത് പാത്രത്തോട് കൂടി എടുത്ത അങ്ങനെ കാലാക്കിയിട്ടോടത്തോളം ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തോടു കൂടി ശ്രീ മഹാഗണപതി തിരുവട്ടിയിലാക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഉറക്കെ വിളിച്ചു പറയണുണ്ട്. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറേ. ഇത് പറഞ്ഞിട്ടാ ആ ദഹനപ്പരയിൽ കാലാക്കി വെച്ചോടത്തോളം ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ ശ്രീ മഹാഗണപതി തിരുവട്ടിയിലാക്കൽ കഴിഞ്ഞു. പിന്നെയും വിശപ്പ് മാറിയിട്ടില്ല. അങ്ങനെ നോക്കി നേരെ കലോറയിലേക്ക് കിടന്നു. കലോറയിലുള്ള സാധന സാമഗ്രികൾ മുഴുവൻ ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് നേരെ പഞ്ചസാര കലോറയിലേക്ക്, അതേപോലെ എണ്ണ കലോറയിലേക്ക്, അങ്ങനെ ഓരോരോ കലോറയിലേക്ക് അവിടെ കയറുക. അവിടെയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഭക്ഷിക്കുക. അവസാനം ശ്രീ വൈശ്രവണ അങ്ങനെ കിട്ടുന്നുണ്ട് കിട്ടാന്നിങ്ങനെ വിറക്കിണ്ട്. അങ്ങനെ പരിഭ്രമത്തിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടുന്നു. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറ്. വൈശ്രവണൻ്റെ പിന്നാലെ ഈ ശ്രീ മഹാഗണപതിയുടെ ഓട്ടം. വൈശ്രവണൻ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ കിട്ടിയാൽ മതി എന്ന് തിരിച്ച് അവിടെ വലിയൊരു കെട്ട് ഇല കൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കെട്ടായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ആ വൈശ്രവണൻ ഈ ഇലക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇലക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് മാത്രമല്ല, കുറച്ച് ഇലയെടുത്ത് അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങോട്ട് ഇടുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കിടന്നു. ശ്രീ മഹാഗണപതി തന്നെയാണ് നോക്കണത്. ഇപ്പം എവിടേക്കാണ് കയറി പോണതെന്നാണ് നോക്കണത്. അങ്ങനെ നോക്കിയപ്പോൾ ഇലക്കെട്ടിൻ്റെ അവിടേക്കാണ് പോണത്. ആ ഇലക്കലോറയുടെ അവിടെ കയറിയെന്ന് മാത്രമല്ല, വൈശ്രവണൻ കിടക്കണതൊക്കെ അവസാനം കയ്യിലെടുക്കലുണ്ടായുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ തിരുവട്ടിയിലാക്കി അവസാനം വൈശ്രവണൻ കിടക്കണ ആ ഭാഗത്തുള്ള ഇല ആ കെട്ട ഒന്നിച്ച് കൂട്ടി ഇങ്ങോട്ട് എടുത്തു. ആ കെട്ടുകൂടെ എടുത്തിട്ട് ഒരടിക്കലുണ്ടല്ലോ, ആനയുടെ ഒരു സ്വഭാവമാണത്. ആ അടിക്കണേൻ്റെ ശക്തിയിൽ വൈശ്രവണൻ അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് തെറിച്ചു. വൈശ്രവണൻ തെറിച്ചു എന്ന് മാത്രമല്ല, വൈശ്രവണൻ്റെ പിന്നാലെ ഈ ശ്രീ മഹാഗണപതി. വൈശ്രവണാകള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ ചോറ്. വൈശ്രവണനെ പിടിക്കാനായിട്ട് തുമ്പി നീട്ടിക്കൊണ്ട് ശബ്ദം തന്നെ സഹിക്കും. അപ്പോഴാണ് ഈ തുമ്പി നീട്ടിയിട്ട് അടുത്തുള്ള വരവ്. വൈശ്രവണൻ ഇനി ഇവിടുന്ന് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരാൾ വിചാരിച്ചാലേ സാധിക്കുള്ളൂ എന്ന് വൈശ്രവണന് ബുദ്ധിയായി. നേരെ
ഭഗവാൻ എഴുന്നള്ളിയിരിക്കണ ദിക്കിലേക്ക് ശ്രീ മഹാദേവൻ്റെ അടുത്ത് കാക്കിലങ്ങോട്ട് ചെന്ന് വീഴാണ്ടായത്. അയ്യോ വെല്ലുണ്ണി തമ്പുരാൻ അടിയനെ തിരുവടിയിലാക്കിയേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നങ്ങോട്ട് വീണത്. ഭഗവാൻ ഈ കോലാഹലമൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. വൈശ്രവണൻ അവിടെ വന്ന് വീണപ്പോ ആരാ ആരാ അത് അടിയനാണ്. ആര്? വൈശ്രവണൻ. വെല്ലുണ്ണി തമ്പുരാൻ അടിയനെ തിരുവടിയിലാക്കിയാ പിന്നെ വെല്ലുണ്ണിയുടെ വടിയിലായി കഴിഞ്ഞാൽ അവിടെ വൈശ്രവണൻ എൻ്റെ മുമ്പിൽ കാണാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണെന്ന് വെച്ചാൽ വെല്ലുണ്ണി തമ്പുരാൻ തിരുവടിയിലാക്കും. അത്രയല്ലേ ഉള്ളൂ. സാരല്ല, എണീക്കോ വൈശ്രവണൻ, എണീക്കോ അവിടുന്ന്. ശ്രീ മഹാഗണപതി ഇങ്ങനെ തുമ്പി നീട്ടിയിട്ട് വൈശ്രവണനെ പിടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ ഈ വെല്ലുണ്ണി കാട്ടണത്? എന്താ ഈ കാട്ടണത്? അച്ഛാ, കള്ളൻ വൈശ്രവണൻ എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് പട്ടിക്കിടാണ് അച്ഛാ. അരുത, ഇവിടെ മാറൂ അച്ഛാ, ഇങ്ങോട്ട് മാറാൻ. എന്താ വൈശ്രവണ, വെല്ലുണ്ണിക്ക് ഒന്നും കൊടുത്തില്ല എന്ന് പറയണു? അത് പരമാർത്ഥാണ്. വെല്ലുണ്ണിക്ക് ഒന്നും തന്നില്ലേ? ഇല്ല അച്ഛാ, ഒന്നും തന്നിട്ടില്ല. വൈശ്രവണ, ഒന്നും തന്നില്ല എന്ന് പറയണമല്ലോ. ഇല്ല, ഇനി വല്ലതും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽക്ക് ഉണ്ടാക്കി തീർത്തിട്ട് വേണം. അപ്പം ഉണ്ടാക്കി കൊടുത്തോളൂ വെല്ലുണ്ണി തമ്പുരാൻ. അപ്പോൾ എന്താ ഉണ്ടായത്? കൊടുക്കായിട്ടല്ല ഉണ്ടായത്, ഒക്കെ എടുത്ത് കഴിക്കുകയായിട്ടുണ്ടായത്. വെല്ലുണ്ണി ഇങ്ങനെ മറ്റുള്ള ആളുകളെ ഇങ്ങനെ പരിഭ്രമിപ്പിക്കേ. അച്ഛാ, വിശന്നിട്ട് വയ്യ. ഇങ്ങനെ വിശുപ്പോ? മറ്റുള്ള ആളുകളെ ഇങ്ങനെ പരിഭ്രമിപ്പിക്കാൻ പാടുണ്ടോ? അച്ഛാ, ഞാനൊന്നും പരിഭ്രമിച്ചിട്ടില്ല, ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുക്കൂ. അച്ഛാ, എൻ്റെ ഒന്നുമില്ല. കൊടുക്കാനാ പറഞ്ഞത്. ശ്രീ മഹാഗണപതിയുടെ വടിയുമിൽ ആദ്യം ഒരു തട്ടിയപ്പോൾ അങ്ങനെ വരും. അയ്യോ, ഇതിൻ്റെ കാലം അങ്ങോട്ട് പുറത്തേക്ക് വരണ വരവായി. അതുകൊണ്ട് ഇത്ര നീളോ നെടുമ്പരയുടെ കാലേ, അതൊക്കെ തിരുവടിയിലാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നെടുമ്പരയുടെ കാല്, ചെരവ, ഇങ്ങനെ ഓരോരോ സാധന സാമഗ്രികൾ ഓരോന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങൾ പുറത്തേക്ക് ചാടൽ കഴിഞ്ഞു. കുറേ ഇപ്പോൾ ഭഗവാൻ ചോദിച്ചു, വൈശ്രവണ എന്തായി? ഇല്ല, ഒരു കൂട്ടായി എന്ന് തന്നെയാണ് തോന്നുന്നത്. വെല്ലുണ്ണി ബാക്കിയുള്ളതും കൂടി കൊടുക്കൂ. ഇല്ല അച്ഛാ, എൻ്റെ ഒന്നുമില്ല. ഒന്നും കൂടി ശ്രദ്ധിക്കൂ, ഒന്നും കൂടി കൊടുക്കൂ. പിന്നെ വരണതുണ്ട് കുത്തുചട്ടുകാം. അയ്യോ, ഇതൊക്കെ എങ്ങനെയാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതെന്നാണ് തോന്നുന്നത്. വൈശ്രവണ, അപ്പോൾ ഒരു ഇല്ല. അയ്യോ, അതൊക്കെ ഇതിന്ന് തെറിച്ച തന്നെയല്ലേ വൈശ്രവണ? നോക്കൂ, ആ തെറിച്ചതൊക്കെ ഇതിൽ തന്നെയാണ്. ഇനി വല്ലതും ബാക്കിയുണ്ടോ വൈശ്രവണ? സാരില്ല വെച്ചാലോ, പറയാൻ മാത്രമുള്ളതൊന്നും ഉണ്ടോ തോന്നണില്ല. എന്നാലും അല്ല, അതവിടെ കിടന്നോട്ടെ. എവിടെ? അല്ല, തിരുവടിയിൽ. എന്ത്? അത്രയുള്ളതല്ലേ, ഒരു സ്മരണയ്ക്ക്. ഇങ്ങനൊരു കാലത്ത് എനിക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളതിൻ്റെ സ്മരണയ്ക്ക് ഒന്ന് അവിടെ കിടന്നോട്ടെ. എന്താ വൈശ്രവണ? ഇല്ല, അത്ര പറയാൻ മാത്രമുള്ളതില്ല. വായ കോടിയിട്ടൊരു മോന്ത ഉണ്ടോന്നൊരു സംശയം. വെല്ലുണ്ണി കൊടുക്കൂ. ഇല്ല അച്ഛാ, വിശന്നിട്ട് വയ്യ. പതുക്കെ ഒരു തട്ട് ചാടിയ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നതാ. ഭഗവാൻ വൈശ്രവണന് ബഹുമാനായി. ഇത്രയും അധികം സാധനങ്ങളുള്ളതിൻ്റെ ഇടയിൽ ആ ചെറിയ സാധനം കൂടിയും കണക്ക് വെച്ചേക്കണത് അമ്പടാ. ബൊമ്പ് സമ്മതിക്കാണ്. ഇതാണ് സമ്പത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ധാരണയുണ്ടാവണം. അല്ല, അങ്ങനെയുള്ളവർക്ക് ഈ സമ്പത്ത് നിലനിൽക്കുള്ളൂ. ശ്രീ മഹാഗണപതിക്ക് അങ്ങനെ വൈശ്രവണാകള്ള. വെല്ലുണ്ണി വായ പൊളിക്കൂ, വായ പൊളിക്കൂ. വായ ഇങ്ങോട്ട് വായ
വായങ്ങോട്ട് പൊളിച്ചു. വായ പൊളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭസ്മസഞ്ചിയിൽ നിന്ന് ഒരു നുള്ളു ഭസ്മം വായിലേക്ക് ഇട്ട് കൊടുത്തു. വായിലേക്ക് ആ ഭസ്മം അങ്ങോട്ട് അകത്ത് പെട്ടു എന്നങ്ങോട്ട് ആയപ്പോഴേക്കും ശ്രീ മഹാഗണപതി ഇത് കണ്ട് വൈശ്രവണൻ അങ്ങേപ്പുറത്ത് നിൽക്കണ്ട. വെണ്ണീർ തിന്നണ വർഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ അതിൽ പെട്ടതാണല്ലേ. ഇതറിഞ്ഞായിരുന്നു വെച്ചാൽ അവിടെ എത്ര കൊട്ട കണക്കിന് വെണ്ണീറുണ്ടായിരുന്നു. അത് കുറേ ഉണ്ട് കൊടുത്താൽ മതിയായിരുന്നു. വൈശ്രവണൻ ഒന്ന് മേഴിച്ചു. എന്താ ഈ വെല്ലുണ്ണി, ഇനി വിശപ്പുണ്ടോ? അച്ഛാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കണമെന്ന് തോന്നണില്ല, അത്രയ്ക്ക് ആവല് കഴിഞ്ഞിട്ടുണ്ട്. വൈശ്രവണ, നീ എന്താന്നിരിക്കണത്? ഇലയിടാൻ നോക്കല്ലേ? ഇലയിടാൻ നോക്കല്ലേ എന്ന്. ഇലയിടണമെങ്കിൽ മുറിച്ചു കൊണ്ടുവന്നിട്ട് വേണം എന്നുള്ള മട്ട. എന്തേ? അല്ല, ഇനിയിപ്പോൾ ആദ്യം മുതൽക്ക് ഉണ്ടാവണം. നെടുമ്പരയുടെ കാല് മുതൽക്ക് കുഴിച്ചിട്ട് പിന്നെ ഉള്ളത് മുതൽക്ക് എന്തൊക്കെയാ വെച്ചാൽ അങ്ങോട്ട് തുടങ്ങണം. അപ്പം അതൊക്കെ അപ്പം ഇങ്ങനെ ആവല് കഴിഞ്ഞൂലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നിശ്ചയില്ല. അപ്പം എന്നെ എന്താ വൈശ്രവണൻ നിരീക്കണത്? അല്ല, നിരീക്കണത് എൻ്റെ വട്ടം കൂടെ കൂട്ടിത്തിറങ്ങാമെന്നാണ് നിരീക്കണത്. ഇപ്പം വട്ടം കൂട്ടിയിട്ട് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നത്തെ ഈ സമയത്ത് സാധിക്കുമോ? ഒരു കാര്യം ചെയ്യാം വൈശ്രവണ, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കൈലാസത്തിലേക്ക് അങ്ങോട്ട് പോവുക. എന്താ എന്ന് പറഞ്ഞ് ആ ത്രൈലോക്യവാസികളെ എല്ലാവരെയും ശ്രീ മഹാദേവൻ കൈലാസത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയുണ്ടായത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കപാലപാത്രത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഭക്ഷണപദാർത്ഥങ്ങളെ കൊണ്ട് ആ ത്രൈലോക്യവാസികളെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിപ്പിച്ചു. അതാത് ദിക്കിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇങ്ങനെ അസൗധനേശ അപി യസ്യ പ്രാതരാശായ നശക്നുയാൽ. ഒരു നേരത്തെ ഭക്ഷണം എന്നല്ല, ഒരു പ്രാതല് ഭംഗിയായിട്ട് ശ്രീ മഹാഗണപതിക്ക് കൊടുക്കാൻ പോലും വൈശ്രവണനെ കൊണ്ട് സാധിച്ചില്ല. വൈശ്രവണനെ കൊണ്ട് പോലും സാധിച്ചില്ല. ആ ഗണപതിയെയാണ് ഉപാസിക്കണത്. തം ഗണേശ്വരമുപാസ്മഹേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ശ്രീ മഹാഗണപതിയെ ഞാൻ ഉപാസിക്കുന്നു. ഈ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഉപാസനാമൂർത്തിയുടെ അവസ്ഥ അറിഞ്ഞ് ഉപാസിച്ചാൽ കുറച്ച് വേഗത്തിൽ തൃപ്തിയാവാൻ നന്ന്, പ്രസാദിക്കാൻ നന്നത്. ഏത് നിലയിലാണ് ശ്രീ മഹാഗണപതി ഉപാസിക്കേണ്ടത്? അപരിച്ഛേദ്യരൂപം. അപരിച്ഛേദ്യരൂപനാകുന്നത് ആ ശ്രീ മഹാഗണപതി അപരിച്ഛേദ്യമായിരിക്കുന്ന രൂപത്തോടു കൂടിയവനാ. അദ്ദേഹത്തിൻ്റെ രൂപം ഇന്ന പ്രകാരത്തിലാണ് എന്ന് ആരെക്കൊണ്ടും നിർണ്ണയിക്കാൻ പറ്റണതല്ല. ഭക്തന്മാർ അവരവരുടെ ഇച്ഛാനുസരണം, ഇഷ്ടാനുസരണം അദ്ദേഹത്തിനെ ഭജിക്കാം. ചില ആളുകൾ ഉണ്ണിഗണപതിയായിട്ടാണ് ചില ആളുകൾ ഭജിക്കണത്. ചില ആളുകൾ അങ്ങനെയല്ല, മഹാഗണപതിയായിട്ടാണ്. ഏത് തരത്തിലാണോ ഉപാസകന്മാർ അദ്ദേഹത്തിനെ ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത്, എന്നിട്ടാണ് അതിനെ അനുസരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം. അല്ലാതെ കണ്ട് ശ്രീ മഹാഗണപതിയുടെ രൂപം ഇന്ന പ്രകാരത്തിലാണ് എന്ന് ആരെക്കൊണ്ടും പരിച്ഛേദിക്കാൻ പറ്റണതല്ല, നിർണ്ണയിക്കാൻ പറ്റണതല്ല. അങ്ങനെയുള്ള ആ ശ്രീ മഹാഗണപതിയെ ഞാൻ ഉപാസിക്കണു എന്നാ പറയണത്. ഞാൻ ഉപാസിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഉപാസിക്കണം. പതിവുണ്ടോ? ഇങ്ങനെ കയ്യേറ്റിയിരുന്നാൽ പോരാ. ശ്രീ മഹാഗണപതി ഉപാസിക്കണം. ബുദ്ധി നന്നാവാനും പറഞ്ഞാൽ കേൾക്കാനൊക്കെ വേണ്ടിയിട്ടാ. തല ഇളക്കിയിട്ട് കാര്യമില്ല. തന്നെ രണ്ടാൾക്കും ആവാം. നിങ്ങൾ രണ്ടാളും പോരാ, എല്ലാവരും ശ്രീ മഹാഗണപതിയെ ഉപാസിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങളുണ്ടെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മുഴുവൻ ദൂരീകരിച്ച് ആ മാർഗം വേണ്ടതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ മഹാഗണപതിയെ ഉപാസിക്കണത്. അങ്ങനെയുള്ള ശ്രീ മഹാഗണപതിയെ ഞാൻ ഇതാ ഉപാസിക്കണു. അപരിച്ഛേദ്യരൂപം തം ഗണേശ്വരമുപാസ്മഹേ.